നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് സജീവമായ ഒരു വാർത്താ പ്രഭാതം തന്നെയാണ്. എന്തായാലും തലക്കെട്ടുകൾ നോക്കാം. ആദ്യം വഖഫ് ഭേദഗതിക്കെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിക്കുക ഉച്ചയ്ക്ക് 2-ന്. ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിട്ട് എൻ പ്രശാന്ത് IAS. തടഞ്ഞുവച്ച സ്ഥാനക്കയറ്റം ഉടൻ നൽകണം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടെന്നും പ്രശാന്ത്. പ്രതിഷേധങ്ങൾക്കിടെ മുതലപ്പൊഴിയിൽ ഇന്ന് പൊഴി മുറിക്കാൻ സർക്കാർ. തടയുമെന്ന സമരസമിതി. ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. മണൽ പൂർണ്ണമായും നീക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയിൽ ഇന്ന് പെസഹ വ്യാഴം. പള്ളികളിൽ തിരുകർമ്മങ്ങളും കാൽ കഴുകൽ ശുശ്രൂഷകളും. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകും. ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ശുശ്രൂഷ നൽകുന്നത് കോതമംഗലം പള്ളിയിൽ. റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്ത്. ക്വാർട്ടർ ഫൈനലിൽ റയലിനെ തോൽപ്പിച്ച ആഴ്സണൽ സെമിയിൽ. ബയൺ മ്യൂണിക്കിനെ തകർത്ത ഇന്റർ മിലാൻ. IPL-ൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ സന്നിധാനത്തേക്ക് തന്നെയാണ് പോകുന്നത്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെയാണ് അടയ്ക്കുക. നാളെ രാത്രി 10-ന് നട അടയ്ക്കുന്നതോടെ തിരുവുത്സവം, വിഷു, മേടമാസ പൂജ കാലയളവിനായുള്ള 18 ദിവസത്തെ ദർശനകാലത്തിനാണ് സമാപനമാകുക. 39,155 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സന്നിധാനത്ത് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത് നാളെയാണ്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നും. എങ്ങനെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രോഹിണി, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. കഴിഞ്ഞ ദിവസങ്ങളായി സന്നിധാനത്ത് തുടരുന്ന തിരക്ക് ഇന്നും ഉണ്ട്. രാവിലെ നല്ല തിരക്കാണ് സന്നിധാനത്ത്. എല്ലാ ദിവസങ്ങളിലും 10-ാം തീയതിക്ക് ശേഷം രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയൊക്കെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സമാനമായ സാഹചര്യമാണ് ഇന്നും ഉള്ളത്. നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം ഭക്തജനങ്ങളാൽ രാവിലെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. 39,155 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. 40,000-നടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും 10-ാം തീയതിക്ക് ശേഷം വലിയ രീതിയിൽ തിരക്ക് വർദ്ധിക്കുകയും 13-ാം തീയതി വിഷുവിന് തലേദിവസം മുതൽ തിരക്ക് കൂടുകയും ചെയ്തിരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ഭക്തജനങ്ങളും ഒപ്പം മലയാളികളുടെ എണ്ണവും ഈ 2 ദിവസങ്ങളിലായി കൂടുതലായി ഉണ്ട്. അവധിയൊക്കെ ആയതുകൊണ്ട് മലയാളികളും കൂടുതലായി എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുകയും ചെയ്തിരുന്നു. 10-ാം തീയതിക്ക് മുൻപ് വരെയായിരുന്നു മലയാളികൾ കൂടുതലായി എത്തിയതെങ്കിൽ 10-ന് ശേഷം മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിലേക്ക് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ എത്തുകയും കഴിഞ്ഞ 2 ദിവസമായി മലയാളികളും കൂടുതലായി എത്തുകയും ചെയ്തതോടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടുകയും 18-ാം പടിയിൽ നിന്നും ഫ്ലൈ ഓവർ വഴി ദർശനം ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള കാര്യങ്ങൾ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ മണ്ഡല മകരവിളക്ക് കാലത്ത് എന്നതുപോലെ തന്നെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ദർശനം നടത്തി ഭക്തജനങ്ങളെ തിരികെ മലയിറക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ തിരക്ക് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൽ എങ്ങും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് കാണാം. താഴെ നടപ്പന്തലിലായാലും സമാനമായ രീതിയിലാണ്. പമ്പയിൽ നിന്നും കൂടുതൽ ഭക്തജനങ്ങൾ ഇന്നലെ രാത്രിയും മല കയറി എത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുപോലെ ഇന്നലെ തുടങ്ങിയ തിരക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അല്പം ശമനം ഉണ്ടാവുകയും പിന്നീട് വൈകുന്നേരം പടിപൂജയ്ക്ക് ശേഷമുള്ള സമയത്ത് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് വീണ്ടും അനുഭവപ്പെടുകയും ചെയ്തു. അതിനു മാത്രമല്ല രാത്രിയിൽ ധാരാളം ഭക്തജനങ്ങൾ
മല കയറി എത്തുകയും ചെയ്തതോടെയാണ് ഈ രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. മലയാളികളുടെ തിരക്ക് കൂടുതലായി വരാനുള്ള കാരണം 2 ദിവസമായിട്ട് ഇനി നടയടയ്ക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നാളെയും തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവധിയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ മലയാളികളും എത്തുന്നു എന്നുള്ള കാര്യവുമുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇന്നും കൂടുതലായി എത്തുന്നുണ്ട്. അവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ദിവസങ്ങളുമാണ്. നാളെ ഇനി ഒരു ദിവസം മാത്രമാണ് നട തുറന്നിരിക്കുക. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനി നാളെയും ഇങ്ങനെയാണെങ്കിൽ, ഈ സൂചനകൾ പ്രകാരമാണെങ്കിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്സവത്തിന്റെ ആദ്യ നാളുകളിൽ തിരക്ക് ഒഴിഞ്ഞ സന്നിധാനമാണ് കണ്ടത്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി പോകുന്ന കാഴ്ചകളായിരുന്നു ഈ ഉത്സവത്തിന്റെ ആദ്യ നാളുകളിൽ സന്നിധാനത്ത് നിന്നും നമ്മൾ എത്തിച്ചതെങ്കിൽ 10-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ കാണുന്നത് വലിയ തിരക്ക്. അത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് കാണുന്ന കാഴ്ചയായിരുന്നു. 10-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഒരു ശരാശരി തിരക്കും 13-ാം തീയതിക്ക് ശേഷം വിഷുവിൻ്റെ തലേദിവസം മുതൽ വലിയ തിരക്കും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലങ്ങളിലെ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ തിരക്കുമാണ് സന്നിധാനത്ത് കണ്ടത്. ഇത് ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ഭക്തജനങ്ങൾ. അല്പസമയം കൂടുതലൊക്കെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം, ഒരു 2 മണിക്കൂർ വരെയൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം നടപ്പന്തലിലായാലും ഫ്ലൈ ഓവറിലൊക്കെ ആയാലും പരമാവധി 2 മണിക്കൂറിനടുത്തൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങളും വരുന്നുണ്ട്. ഇനി 7:30 ഉഷപൂജയാണ്. ഉഷപൂജയുടെ സമയത്ത് നടയടയ്ക്കും. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഒരു തിരക്ക് ആ സമയത്ത് ഉഷപൂജയ്ക്ക് ശേഷമുള്ള സമയത്തും സന്നിധാനത്ത് അനുഭവപ്പെടും. ഇത് ഫ്ലൈ ഓവറിൽ നിന്ന് മാത്രമല്ല ഇങ്ങനെ ദൃശ്യം വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് കാണുന്നത്. മറ്റ് ഭാഗങ്ങളിലായാലും അത് അരവണ കൗണ്ടറിന് മുൻഭാഗത്തുള്ള ഭാഗം, മരാമത്ത് ഓഫീസിന് മുൻഭാഗത്തുള്ള ഭാഗം, 18-ാം പടിക്ക് സമീപത്തുള്ള ഭാഗങ്ങൾ, മാളികപ്പുറത്തിന് സമീപത്തുള്ള ഭാഗങ്ങൾ, അന്നദാന മണ്ഡപത്തിന് സമീപത്തുള്ള ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ദർശനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് കാണുന്നുണ്ട്. അത് മണ്ഡല മകരവിളക്ക് കാലത്ത് കാണുന്നത് പോലെ തന്നെ ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിക്കുകയും തമ്പടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാം. അത് വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം മാളികപ്പുറങ്ങളെ കൂടുതലായിട്ട് ദൃശ്യങ്ങളിൽ കാണാം. മാളികപ്പുറങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൂടുതലായിട്ട് എത്തുന്നുണ്ടായിരുന്നു. ഇന്നും പതിവ് തെറ്റുന്നില്ല, മാളികപ്പുറങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഒപ്പം കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമെല്ലാം കൂടുതലായി അവധിയൊക്കെ ആയതുകൊണ്ട് കൂടുതലായി എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കുഞ്ഞ് മാളികപ്പുറം ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ട് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച കാണാം. ശ്രീകോവിലിന് തൊട്ടടുത്ത് നിന്നുള്ള കാഴ്ചയാണ്. ഫ്ലൈ ഓവർ അവസാനിക്കുന്നിടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ ആ ദൃശ്യങ്ങളിൽ കണ്ട കുഞ്ഞു മാളികപ്പുറത്തിനൊക്കെ അയ്യപ്പൻ സ്വാമിയെ കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ. അവർ അടുത്തെത്താറായി, ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്താറായ നീണ്ട ക്യൂവിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ 18 ദിവസത്തെ ഒരു മിനി തീർത്ഥാടന കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള 18 ദിവസത്തെ ദർശന കാലയളവിനാണ് നാളെ സമാപനമാകുന്നത്. ഉത്സവം, ഒപ്പം വിഷു, മേടമാസ പൂജകൾ എല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ 18 ദിവസമാണ് തുടർച്ചയായി ശബരിമല നട തുറന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിനി തീർത്ഥാടന കാലം എന്ന രീതിയിലുള്ള ക്രമീകരണമായിരുന്നു സന്നിധാനത്ത് ഒരുക്കിയിരുന്നത്. തിരക്ക് വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ വിലയിരുത്തലും വിഷുവിന് ശേഷം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചുകൊണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായിരുന്നു സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഭക്തജനങ്ങൾക്ക് അല്പസമയം കൂടുതൽ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ വേഗത്തിൽ തന്നെ ദർശനം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സന്നിധാനത്ത്. വരും മണിക്കൂറുകളിലും തിരക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിണി. ശരി മിഥുൻ. മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. നാളെ രാത്രി 10-ന് നട അടയ്ക്കുന്നതോടെ തിരുവുത്സവം, വിഷു, മേടമാസ പൂജ കാലയളവിനായുള്ള 18 ദിവസത്തെ ദർശനകാലത്തിനാണ് സമാപനമാകുക. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. വഖഫ് ബില്ലിനെതിരായി രാജ്യവ്യാപകമായി നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ഹിന്ദു രക്ഷാദീപം എന്ന പേരിൽ വരുന്ന ഏപ്രിൽ 20-ാം തീയതി ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും വിളക്ക് കൊളുത്തി പ്രതിഷേധിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം വഖഫ് ബില്ലിനെതിരായി രാജ്യവ്യാപകമായി കുപ്രചരണങ്ങളും അക്രമ സംഭവങ്ങളുമാണ് അരങ്ങേറുന്നത്. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തായാലും അതിനെതിരെ നമ്മുടെ സംസ്ഥാന വ്യാപകമായി വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ്. ഹിന്ദു രക്ഷാദീപം എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ 20-ാം തീയതി ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം വിളക്ക് കൊളുത്തിയുള്ള ഒരു പ്രതിഷേധമാണല്ലോ സംഘടിപ്പിക്കുന്നത്. നമുക്ക് അതിനെ എങ്ങനെ കാണാം?
രോഹിണി, ഈ വഖഫ് ബില്ല് വന്നതിന് ശേഷം രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രതിഷേധങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പല സ്ഥലങ്ങളിലും എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ സേനയെ നിയോഗിച്ചുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന നിലയിലേക്ക്, ക്രമസമാധാനം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരുകയും ത്തിനെതിരെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം എന്ന നിലയിലേക്ക് അടക്കം ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളടക്കം നടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഗൂഢശ്രമങ്ങൾ, ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ ഒരു ശ്രമം നടത്തിക്കൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്കൊരു സമീപനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധം എന്ന് പറയുമ്പോഴും അതൊരു സമാധാനപരമായിട്ട് എല്ലാവരെയും വീടുകളിൽ, സ്വഭവനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് വിളക്ക് കൊളുത്തിക്കൊണ്ട്, ദീപം കൊളുത്തി പ്രതിഷേധിക്കണം. അത് മൺചിരാതായിക്കോട്ടെ, നിലവിളക്കായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഈ വരുന്ന 20-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് എല്ലാ ഭവനങ്ങളിലും, ഹൈന്ദവ ഭവനങ്ങളിലും ഇത്തരത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹിന്ദു രക്ഷാദീപം എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വീടുകളിലും മാത്രമല്ല, സ്വഭവനങ്ങളിലും പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ഇതിന് പങ്കാളികളാകാൻ വിവിധ സമുദായങ്ങളോടും ഹൈന്ദവ സംഘടനകളോടും ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേരണമെന്നും നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇത്തരം വിധ്വംസക ശക്തികൾക്കെതിരെ പ്രതികരിക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയിരിക്കുന്നത്. ഈ വരുന്ന 20-ാം തീയതിയാണ് ഹിന്ദു രക്ഷാദീപം എന്ന പേരിലാണ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചെർപ്പളശ്ശേരി തിരുവാഴിയോട് ചായക്കടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഒരു മരണം. മലപ്പുറം തിരൂർ സ്വദേശി തഹസീൽ ആണ് മരിച്ചത്. ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന യുവാക്കൾക്കിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. 4 യുവാക്കൾക്ക് പരുക്കേറ്റു. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അരുണിലേക്ക് എത്താം. പാലക്കാട് ചെർപ്പളശ്ശേരിയിലാണ് ഈ അപകടമുണ്ടായത്. അതായത് ചായക്കടയിലേക്ക് ഒരു പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. മലപ്പുറം തിരൂർ സ്വദേശിയായ തഹസീലിന് ജീവൻ നഷ്ടമായി. ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന യുവാക്കൾക്കിടയിലേക്കാണ് ഈ പിക്കപ്പ് വാൻ ഇടിച്ച് കയറിയത്. ഒരു യുവാവിന് മരണം സംഭവിച്ചതോടൊപ്പം കൂടെ നിന്ന 4 യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പാലക്കാട് ചെർപ്പളശ്ശേരിക്ക് സമീപം തിരുവാഴിയോട് ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന യുവാക്കൾക്കിടയിലേക്കാണ് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം തിരൂർ സ്വദേശി തഹ്സീൻ എന്ന 20-കാരനാണ് മരിച്ചത്. 4 യുവാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടെയായിരുന്നു ഇത്തരമൊരു അപകടം ഉണ്ടായത്. കോഴി കയറ്റി വന്ന പിക്കപ്പ് വാന് നിയന്ത്രണം നഷ്ടപ്പെട്ട യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. കൊടൈക്കനാലിലേക്ക് യാത്ര പോയതായിരുന്നു ഈ യുവാക്കള്. തുടർന്ന് ഇവർ തിരുവാഴിയോട് വെച്ച് ചായ കുടിക്കുന്നതിന് വേണ്ടി വണ്ടി നിർത്തി ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു അപകടം ഉണ്ടായി. ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 4 യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിലൊരാൾക്ക് സാരമായ പരിക്ക് തന്നെ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് കുട്ടനാടിൻ്റെ ഇതിഹാസ കഥാകാരനും മലയാള സാഹിത്യത്തിൻ്റെ കാരണവരുമായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ 113-ാം ജന്മദിനം. കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ 113-ാം ജന്മദിനം 1912 ഏപ്രിൽ 17-ന് പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിന്റെയും പടഹാരം മുറിയിൽ അരിപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി ജനനം. 10ാം ക്ലാസ് പാസ്സായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പ്ലീഡർഷിപ്പ് പരീക്ഷ ജയിച്ചു. ഉടനെ തന്നെ കേരള കേസരി പത്രത്തിൽ റിപ്പോർട്ടറായി. 1934-ലായിരുന്നു തകഴിയുടെ വിവാഹം. നെടുമുടി തെക്കേമുറി ചെമ്പകശ്ശേരി ചിറയ്ക്കൽ കമലാക്ഷിയമ്മ എന്ന കാത്തയായിരുന്നു വധു. തകഴി അമ്പലപ്പുഴ മുൻസിഫ് കോടതിയിൽ പി പരമേശ്വരൻ പിള്ള വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായി. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും തകഴിക്ക് വ്യക്തമായ പങ്കുണ്ട്. 13-ാം വയസ്സിൽ ആദ്യ കഥ എഴുതി. 100 കണക്കിന് കഥകൾ രചിച്ചു. പിന്നീട് ശ്രദ്ധ നോവലിലേക്ക് തിരിഞ്ഞു.
കേസരിയിലെ ജോലി തകഴിയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഈ സമയത്ത് തകഴി ചെറുകഥാരംഗത്ത് സജീവമായി. 1934 ത്യാഗത്തിന് പ്രതിഫലം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ പ്രസിദ്ധനാക്കിയത്. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നാണ്. തകഴിയുടെ ചെമ്മീൻ 1965 രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കി. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഥ പറയുന്ന ചെമ്മീൻ മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമ കൂടിയായിരുന്നു. വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ചെമ്മീൻ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ കാശ് തന്നിട്ട് കല്യാണവും കഴിഞ്ഞ് കറുത്തമ്മ പോകും അല്ലേ? രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ എന്നീ നോവലുകൾ വിവിധ ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തോട്ടിയുടെ മകൻ, തഹസിൽദാരുടെ അച്ഛൻ തുടങ്ങി 39 നോവലുകളും 600-ൽ പരം ചെറുകഥകളും തകഴിയുടെ സാഹിത്യ സംഭാവനകളായിരുന്നു. ഇതിൽ പലതും ചലച്ചിത്രങ്ങളുമായി. ഒരു കുട്ടനാടൻ കഥ, ജീവിതത്തിന്റെ ഒരേട്, തകഴിയുടെ കഥ, ചങ്ങാതികൾ, ഇൻകുലാബ് തുടങ്ങി നിരവധി ചെറുകഥാ സമാഹാരങ്ങളും എന്റെ ഉള്ളിലെ കടൽ എന്ന ലേഖനവും തകഴിയുടെ സംഭാവനകളാണ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തകഴിക്ക് ലഭിച്ചിട്ടുണ്ട്. 1999 ഏപ്രിൽ 10 87-ാം വയസ്സിൽ തകഴി ശിവശങ്കരപ്പിള്ള എന്ന കുട്ടനാടിന്റെ ഇതിഹാസകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിവിധാവശ്യങ്ങൾ ഉന്നയിച്ച് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് എൻ പ്രശാന്ത് തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം ഉടൻ നൽകണം, ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ കേസെടുക്കണം, ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ ഹിയറിംഗിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും മറുപടി പറയുന്നതിന് പകരമായിട്ടാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് എൻ പ്രശാന്ത് ഹിയറിംഗിൽ ഉണ്ടായ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. പൊതുസമൂഹത്തോട് വിവിധ ആവശ്യങ്ങൾ, അതായത് 6 മാസത്തിൽ തീർപ്പാക്കേണ്ടിയിരുന്ന വിഷയം 3 വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് തീർപ്പാക്കാതെ ഇരുന്നു. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖലും സൃഷ്ടിക്കലും അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് കേസെടുക്കണം. ഇങ്ങനെ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെയും ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ കുറിപ്പിട്ടതിനാണ് പ്രശാന്ത് ചട്ടവിരുദ്ധമായി പെരുമാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി വിഷയങ്ങളിൽ വിവാദങ്ങളിലേക്ക് പെടുന്നത്. വീണ്ടും അദ്ദേഹം അതുപോലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണല്ലേ? ഇതിന്മേൽ ഇനിയൊരു നടപടി പ്രതീക്ഷിക്കാമോ? രോഹിണി, എൻ പ്രശാന്തിന്റെ സസ്പെൻഷന് കാരണം തന്നെ ഇത്തരത്തിൽ വകുപ്പ് തലത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വകുപ്പ് തലത്തിലെ കാര്യങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ കുറിപ്പുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗുകൾ നടന്നിരുന്നു. ആ ഹിയറിംഗിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പ്രകോപനവുമായി എൻ പ്രശാന്ത് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റുകളായി അദ്ദേഹം എഴുതുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി എഴുതുകയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും അറിയുവാൻ വേണ്ടി എന്ന നിലയിലാണ് വീണ്ടും എഴുതുന്നത്. അത് ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിന് ശേഷം ആണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനം എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറിക്കെതിരെ അടക്കം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നിലവിൽ ഇത് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലകനും അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണൻ IAS എതിരെയും കൂടിയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ പരാമർശം വന്നിരിക്കുന്നത്. അതായത് ഈ ചീഫ് സെക്രട്ടറിയായി പരിഗണിക്കാനിരിക്കുന്ന ഒരാൾ കൂടിയാണ് ജയതിലകൻ എന്ന് പറയുന്നത്. അങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജയതിലകനെതിരെയും അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, തന്റെ സസ്പെൻഷനിൽ തന്നെ പെട്ടെന്ന് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല, അത് അങ്ങനെ തുടരട്ടെ, താൻ ഈ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അംഗീകരിച്ചതിന് ശേഷം മതി സസ്പെൻഷൻ
പിൻവലിക്കുന്ന നടപടികൾ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം ഉടൻ നൽകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ അദ്ദേഹം കുറിപ്പുകളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ നിരവധി ആവശ്യങ്ങൾ ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിൽ പറഞ്ഞതടക്കമുള്ള വിവിധ കാര്യങ്ങൾ അദ്ദേഹം ഈ കുറിപ്പുകളായി പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം അതിൽ സർക്കാരിനെതിരെ ഇതുവരെ കേസുകൾ കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ കേസ് ചിലപ്പോൾ കൊടുത്തേക്കാം, ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ എത്തിക്കരുത് എന്ന ധ്വനി ഉണ്ടാക്കുന്ന തരത്തിലും ഫേസ്ബുക്കിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു ഇത് പരിശോധിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ചില അച്ചടക്കങ്ങൾ പാലിക്കേണ്ടതാണ് എന്നത് ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതെല്ലാം നിരീക്ഷിച്ചു വരികയാണെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടികൾ, കാരണം ഇത്തരത്തിൽ നിരന്തരം പ്രകോപനപരമായ പോസ്റ്റുകളുമായി പോകുന്നു, അതോടൊപ്പം തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടക്കം പ്രകോപനമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ ഈ വിഷയത്തിൽ സസ്പെൻഷനിലാണെങ്കിൽ പോലും അദ്ദേഹം അതിനെ മറ്റു രീതിയിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൊടുത്ത നിർദ്ദേശങ്ങൾ അടക്കം പാലിക്കാത്ത നിലയിലേക്കൊക്കെ എത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് തരത്തിലുള്ള കൂടുതൽ എന്തെങ്കിലും നടപടികൾ, വകുപ്പ് തലത്തിലുള്ള എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ വീണ്ടും പ്രകോപനം തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഈ എൻ പ്രശാന്തിന്റെ ഭാഗത്തുള്ളത്. അതായത് അദ്ദേഹം നേരത്തെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു, ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം വിഷയങ്ങളിൽ അത് അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അപ്പോഴും അദ്ദേഹം ഇത്തരം നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഹിയറിംഗ് വിളിച്ചത്. ആ ഹിയറിംഗിന് തൊട്ടു മുമ്പ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഹിയറിംഗിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ, അവിടെ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിർത്തിക്കൊണ്ട് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റായി എഴുതുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS രംഗത്തെത്തിയിരിക്കുകയാണ്. ഹിയറിംഗിൻ്റെ വിശദാംശങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. കേസിൽ എബ്രഹാം ഉന്നയിച്ച നിയമപ്രശ്നങ്ങൾ തള്ളിക്കളയാനാകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും KM എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിന്തുടരുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും KM എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ കേസിലൊക്കെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും ആ CBI അന്വേഷണം എന്ന ആവശ്യത്തെക്കാൾ മുഖ്യമന്ത്രി പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ KM എബ്രഹാമിന്റെ പരാതിയോടാണ്. അതായത് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു, അതിനോടാണ്. അതായത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിലെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതായത് ആ ആവശ്യങ്ങൾ അതിൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് KM എബ്രഹാം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിലെ നിയമപ്രശ്നങ്ങളുണ്ട്, ആ നിയമപ്രശ്നങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും ഈ വിഷയത്തിലേക്ക് അതായത് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന പരാതിയും അതിൽ CBI അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ഗൗരവമായ വിഷയത്തെക്കുറിച്ച് എടുക്കാതെ, അല്ലെങ്കിൽ അതിലെ ആ വിഷയത്തിൽ ഒരു പരാമർശമോ അല്ലെങ്കിൽ ആ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് CBIയുടെ അന്വേഷണം അടക്കം വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് KM എബ്രഹാമിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അവിടെയും സ്വീകരിക്കുക. അതിനുശേഷം ക്യാബിനറ്റിന് ശേഷം പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോടും അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുന്ന സമയത്തും അദ്ദേഹം ഇക്കാര്യം പറയുകയുണ്ടായിരുന്നു. അതായത് ഒറ്റ കേൾവിയിൽ തള്ളിക്കളയാൻ കഴിയുന്നതല്ലോ ഈ KM എബ്രഹാമിന്റെ വാക്കുകൾ എന്നാണ്, അല്ലെങ്കിൽ പരാതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കേസിലെ ജോമോൻ പുത്തമ്പുരയ്ക്കലും മറ്റു രണ്ടുപേരുമാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ഇനി ഉണ്ടാക്കാൻ, അതായത് ഈ KM എബ്രഹാമിന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മുഖ്യമന്ത്രി ഈ KM എബ്രഹാമിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുകയാണ്. പ്രാഥമികമായിട്ട് പരിഗണന കൊടുക്കുന്നതും KM എബ്രഹാമിന്റെ വാക്കുകൾക്കാണ് മുഖ്യമന്ത്രി പ്രാഥമികമായി പരിഗണന കൊടുക്കുന്നതെന്നുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. ജനങ്ങൾ അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണം എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇനിയും ചൂട് കനക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളായി പറയുന്നത്? രോഹിണി, ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇപ്പോൾ താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതികഠിനമായ ചൂട് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടും കേരളത്തിൽ എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇപ്പോൾ ഈ രാവിലെ പോലും നമുക്ക് അതീവ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു 10 മണിക്കൊക്കെ ശേഷം ചൂട് കനക്കും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടത്. ആ സമയങ്ങളിൽ നേരിട്ട് സൂര്യന്റെ പ്രകാശം ഏൽക്കാൻ പാടില്ല, ചൂട് ഏൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം. അത് സൂര്യാതപത്തിനും സൂര്യാഘാതത്തിനുമൊക്കെ കാരണമാകും. അതോടൊപ്പം തന്നെ പരമാവധി വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണമെന്നുള്ളതാണ്. കാർബണേറ്റ് പാനീയങ്ങൾ, അത് മദ്യമാണെങ്കിലും ഈ കോള പോലുള്ള പദാർത്ഥങ്ങൾ, അതൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നിർജ്ജലീകരണം ഉണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള പാനീയങ്ങളും കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അതോടൊപ്പം പരമാവധി അയഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തു പോകുമ്പോൾ നിർബന്ധമായും തൊപ്പിയോ അല്ലെങ്കിൽ കുടയോ ചൂടി വേണം പുറത്തേക്ക് പോകാൻ. പാദരക്ഷകൾ നിർബന്ധമായും ധരിക്കണം. ഈ നേരിട്ട് 1 മണി 2 മണി സമയത്തുള്ള വെയിൽ, പരമാവധി ആ സമയങ്ങളിൽ പുറത്ത് ജോലിയുള്ളവരാണെങ്കിൽ പോലും, നിർമ്മാണ തൊഴിലാളികളൊക്കെ ആണെങ്കിൽ അവർ ആ സമയത്ത് മാറി നിൽക്കണം എന്നുള്ളതാണ് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെടുക. 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയേക്കും. മറ്റു ജില്ലകൾ എന്ന് പറയുന്നത് കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും രേഖപ്പെടുത്തുക. പാലക്കാട് ജില്ലയിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കുമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഏതായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ സംഭവത്തിൽ പരിശോധന ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധനാ വിഭാഗം. സംഗീത് ബോർഡിന്റെ ചെക്കുകൾ ഉപയോഗിച്ച് പണം പിൻവലിച്ചതായും സംശയം. ഇതുവരെ 78 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നു. വിനീഷ്, കൂടുതൽ വിവരങ്ങൾ. ദിവസമാണ് ജനൻ ടിവിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. 2018, 2019, 2020 കാലഘട്ടങ്ങളിൽ ഈ സംഗീത് എന്ന് പറയുന്ന ലോട്ടറി ഓഫീസിലെ ജീവനക്കാർ അത്തരത്തിൽ വലിയ രീതിയിൽ ക്ഷേമനിധി ബോർഡിൽ തട്ടിപ്പ് നടത്തി. ഈ തട്ടിപ്പ് നടത്തിയതിലൂടെ 63 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് പുറത്തു വന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങളായി വീട് നിർമ്മിക്കുന്നതിന് കോൺട്രാക്ടർക്കും ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന്, ലോട്ടറി വകുപ്പിൻ്റെ തന്നെ ക്ഷേമനിധി തുകയിൽ നിന്ന് പണം കൈമാറിയിരിക്കുന്നു എന്നതാണ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലോട്ടറി വകുപ്പിലെ ഡയറക്ടർ പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പോലീസിലെ പരാതിയുടെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് വീണ്ടും ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ ഈ വിഷയത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ 2018, 19, 20 കാലഘട്ടങ്ങളിൽ ഈ 63 ലക്ഷം രൂപ ക്ഷേമനിധി ബോർഡിൽ നിന്ന്, ലോട്ടറി വകുപ്പിന്റെ ക്ഷേമനിധിയിൽ നിന്ന് തുക മാറ്റിയപ്പോൾ അത് കണ്ടെത്താൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യമാണ് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും വർഷാവർഷം ഓഡിറ്റുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ്, 63 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഒരു ജീവനക്കാരൻ നടത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണാതെ പോയത്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത് കാണാതെ പോയതിൽ ദുരൂഹതയുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം ഇയാളെ മറ്റൊരു ഉദ്യോഗസ്ഥൻ സഹായിക്കാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാർ സഹായിക്കാതെ
ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത്തരത്തിൽ 63 ലക്ഷം രൂപയുടെ തട്ടിപ്പ് 2018, 19, 20 കാലഘട്ടങ്ങളിൽ വർഷക്കാലയളവിൽ ഈ സംഗീത് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിരിക്കുന്നു, ലോട്ടറി വകുപ്പിലെ ജീവനക്കാരൻ നടത്തിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്ത ജനൻ TV പുറത്തുവിട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ ഈ ഒരു പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ധനകാര്യ വിഭാഗം ഇടപെടുന്നതും ധനകാര്യ വിഭാഗത്തിന്റെ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കും സംസ്ഥാന ധനകാര്യ വിഭാഗം നീങ്ങുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ലഹരിക്കെതിരായ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പിന്തുണ ഉറപ്പാക്കി വിപുലമായ പ്രചാരണം നടത്തും. വിവിധ മതപഠന കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് മുൻഗണന നൽകും. ജൂൺ മാസത്തിൽ വിപുലമായ ക്യാമ്പയിൻ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി ഹബ്ബായി എറണാകുളം മാറിയെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ ഏറെ പേരും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. അതേസമയം ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. വിനീഷ് ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. വിനീഷ്, സംസ്ഥാനത്തെ ലഹരി ഹബ്ബായി എറണാകുളം മാറി എന്നുള്ളതിൻ്റെ കണക്കുകൾ കേട്ടാൽ തന്നെ ഞെട്ടും, അത്രമാത്രമാണ്. അതോടൊപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗത്തിലൂടെ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് എന്നുള്ളതുമാണ്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം ഇങ്ങനെ വർദ്ധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഇതിനെ കാണാം? തീർച്ചയായിട്ടും വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു. ഈ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ പ്രതിദിനം ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണങ്ങളിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. ഇത് സർക്കാരിന്റെ പക്കലുള്ള കണക്കുകൾ മാത്രമാണ്. ആ കണക്കുകൾ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2021 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 17,163 പേരാണ് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ചികിത്സ തേടിയിട്ടുള്ളത്. ഈ ചികിത്സ തേടാത്ത മറ്റു നിരവധി പേർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുണ്ട്. അത്തരത്തിലുള്ള കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ലഹരി ഹബ്ബായി സംസ്ഥാനത്തെ ജില്ല മാറുന്നത് എറണാകുളം ജില്ലയാണ് എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2021 മുതൽ ജനുവരി 2025 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അത് മാർച്ചിന്റെ അവസാന ഘട്ടത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 17,163 പേരാണ് ഇതുവരെ ലഹരി ഉപയോഗത്തിൽ അടിമകളായിരിക്കുന്നത്. അത്തരത്തിൽ ലഹരി ഉപയോഗത്തിന്റെ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം ചികിത്സ തേടിയിരിക്കുന്നത്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം കാരണം ജനങ്ങൾ ഈ ലഹരിക്ക് അടിമയായവർ പല ഘട്ടങ്ങളിലായി പല ഡി അഡിക്ഷൻ സെന്ററുകളെയും സമീപിക്കുന്നു. ഈ ഡി അഡിക്ഷൻ സെന്ററുകളെ സമീപിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കണക്കുകൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റു ജില്ലകൾ, പ്രത്യേകിച്ച് മരണസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. മദ്യത്തിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ജില്ലകളിൽ പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് മറ്റു രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. അത് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും രാസലഹരി വസ്തു ഉപയോഗം അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു. MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വർദ്ധിക്കുന്നു എന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിമുക്തി എന്ന ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ പോലും അതൊന്നും ഫലം കാണുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അടക്കം ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച്
യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും വിവിധ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവർണറുടെ നേതൃത്വത്തിൽ പോലും ഇത്തരത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു യജ്ഞം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം സജ്ജമായ രീതിയിൽ അല്ലെങ്കിൽ ത്വരിതഗതിയിൽ നടന്നെങ്കിൽ പോലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മന്ദഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രം അത് പോലീസ് കൃത്യമായി ഇടപെടുകയും പോലീസിൻ്റെ വലിയ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് കഴിയുമ്പോഴേക്കും അതിൽ മങ്ങുന്ന ഒരു സാഹചര്യം, പോലീസ് പരിശോധനകളും എക്സൈസ് പരിശോധനകളും പിന്നെ തുടർ പരിശോധനകൾ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതും സംസ്ഥാനത്തെ ലഹരിയുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ ബാധകമായിട്ടുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നാലും സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന ജില്ല എറണാകുളമാണ്. ലഹരി ഉപയോഗത്തിന്റെ ഹബ്ബായി എറണാകുളം ജില്ല മാറുന്നു എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ. ഇതിനായി എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിലവിൽ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചോദ്യാവലി തയ്യാറാക്കുകയാണ്. ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്കായി എത്തിച്ചുവെന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. പ്രതികൾക്കായി അടുത്തയാഴ്ച ആദ്യം തന്നെ എക്സൈസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലെത്തിച്ച സുൽത്താൻ അക്ബർ അലിയുടെ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്ന് 6 കിലോ കഞ്ചാവ് എത്തിച്ചുവെന്നാണ് എക്സൈസ് കണ്ടെത്തൽ. ഇതിൽ 3 കിലോ മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. ബാക്കി 3 കിലോ എവിടെയാണ് എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം. ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്ക് വേണ്ടി എത്തിച്ചു എന്നതിനും പ്രതികളിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യാനായി പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കുകയാണ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന അന്വേഷണ സംഘം. പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ ഈ ആഴ്ച തന്നെ കോടതിയിൽ സമർപ്പിക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. പിടിയിലായ 3 പ്രതികളും ഈ മേഖലയിലെ അതിവിദഗ്ധരും പരിചയസമ്പന്നരുമാണ്. ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും കഞ്ചാവ് സ്വർണ്ണക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുമായ കൃത്യമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കുന്നത്. കേസിൽ തസ്ലീമ സുൽത്താന, ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുൽത്താൻ അക്ബർ അലി 5ലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളാണ്. ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അടിമുടി ദുരൂഹത നിറഞ്ഞതാണെന്നും എക്സൈസ് പറയുന്നു. മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരമാണ് പല പൊതികളിലാക്കി ഇവർ വിൽപ്പനയ്ക്കായി ഹൈബ്രിഡ് കഞ്ചാവ് ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിച്ചത്. ഇത് ആർക്കാണെന്ന് മാത്രം പ്രതികൾ പറഞ്ഞിട്ടില്ല. ഇതിന് ഉത്തരം ലഭിച്ചാൽ മാത്രമേ ആലപ്പുഴയിലെ കഞ്ചാവ് ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുകയുള്ളൂ. ജനം, ആലപ്പുഴ. ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രിയോട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആശമാരുമായി ചർച്ചയുടെ സാഹചര്യമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി നൽകുകയായിരുന്നു സമരസമിതി. ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നും ആശാ സമരസമിതി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ആശാ സമരസമിതി പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ തങ്ങൾ സന്തുഷ്ടരാകുമെന്നും ആശാ സമരസമിതി പ്രതികരിച്ചു. ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സമരക്കാരോട് നിലവിൽ ചർച്ചയ്ക്ക് സാഹചര്യമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും അവസാനം, കാരണം ഇതിനോടകം 4 ചർച്ച കഴിഞ്ഞു, ആ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വച്ചിരിക്കുന്ന സമരസമിതിയുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ പറ്റുന്നതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഒരു 3000 രൂപ ഓണറേറിയത്തിൽ വർധനവ് വരുത്തിക്കൊണ്ട്, അതോടൊപ്പം വിരമിക്കൽ പ്രായം നിലവിൽ ഉള്ള ഉത്തരവ് 62 വയസ്സുള്ളത് അത് പിൻവലിച്ചുകൊണ്ട് 65 വയസ്സാക്കി മാറ്റി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങൾ കമ്മിറ്റിക്ക് വിടാവുന്നൊരു പ്രപ്പോസലാണ് സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നത്. അത് മന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും അത് കഴിഞ്ഞ് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും അത് വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു. ആ കാര്യം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ട് അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നാലും മതിയാവും. സമരം തുടരുകയാണ്. സമരം ഡിമാൻഡുകൾ നേടിക്കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. ഓണറേറിയം വർധനവ്, വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ഫെബ്രുവരി 10-ാം തീയതി ആരംഭിച്ച സമരം 2 മാസം പിന്നിടുമ്പോഴും സർക്കാർ സമരക്കാരെ കണ്ടില്ലെന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിനിടയിൽ 4 തവണ ചർച്ചകൾ നടന്നെങ്കിലും അനുകൂല സമീപനമുണ്ടായില്ല. ഇതോടെ സമരം തുടരുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ ആവശ്യത്തിൽ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലും അനുകൂല തീരുമാനമാകില്ല. ജനകീയ സർക്കാരെന്നും സ്ത്രീപക്ഷ സർക്കാരെന്നുമുള്ള അവകാശവാദങ്ങൾ പൊള്ളയായിരുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ തുറന്നടിച്ചു.
നിയമന കാലാവധി അവസാനിക്കുന്ന 19-ാം തീയതി വരെ സമരം ചെയ്ത് പ്രതിഷേധിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ ജനം ടിവിയോട് പറഞ്ഞു. ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂവെന്ന്. അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ അവർ അതൃപ്തി രേഖപ്പെടുത്തുകയും നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല. കാരണം ഒഴിവുള്ള സ്ഥാനത്തെ നിയമിക്കാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ ആകെയുണ്ടായിരുന്ന പ്രതീക്ഷ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗമായിരുന്നു. അതും അസ്തമിച്ചതോടെ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം തന്നെ തുലാസിലായി. സർക്കാർ പരിഗണിക്കാത്തതിൽ സങ്കടമുണ്ടെങ്കിലും അവസാന നിമിഷം വരെ പോരാടാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഒഴിവില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഞങ്ങൾക്ക് RTI വെച്ചിട്ട് കിട്ടിയ 570 ഒഴിവ് എവിടുന്നാണ് എന്നുള്ളതിന്റെ ഒരു കണക്കെങ്കിലും ഞങ്ങൾക്ക് തരണം. ആ ഒഴിവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് സമരം ചെയ്യുന്നത്. ഇല്ലാത്ത ഒഴിവ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നലെ ഉണ്ടായതെന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതികരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞത് അർഹത ഉള്ളവർക്ക് മാത്രമേ നിയമനം ലഭിക്കൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഈ അർഹത എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ അർഹതയുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഞങ്ങളെപ്പോലെ അർഹതയില്ലാത്ത ലിസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. ജനകീയ സർക്കാരാണ്, സ്ത്രീപക്ഷ സർക്കാരാണ് എന്നൊക്കെയുള്ള ഭയങ്കരമായ അത് പ്രതീക്ഷയല്ല, അമിത പ്രതീക്ഷയായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്. സേനയിൽ രൂപീകരിച്ച പോക്സോ വിങ്ങിലേക്ക് കഴിഞ്ഞയാഴ്ച സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ 2 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ ബാക്കിയുള്ളവർക്കും നിയമനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതാണ് ഇന്നലത്തോടെ അസ്തമിച്ചത്. ക്യാബിനറ്റിൽ ചർച്ചയായില്ലെങ്കിലും മനസ്സുവെച്ചാൽ സർക്കാരിന് 1 മണിക്കൂറിനുള്ളിൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്നത്. ജനം, തിരുവനന്തപുരം. പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് സർക്കാർ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങുന്നത് പഞ്ചായത്തിനെയോ മറ്റു വകുപ്പുകളെയോ അറിയിക്കാതെ. നാപ്കിനുകൾ ഉൾപ്പെടെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രോജക്റ്റാണ് സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പുതുശ്ശേരി പഞ്ചായത്തോ വനം വകുപ്പോ ഇറിഗേഷൻ വകുപ്പോ ആരോഗ്യ വകുപ്പോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ഒന്നും ഇതുവരെ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ടേയില്ല. പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പുതുശ്ശേരി പഞ്ചായത്തിലെ 33.5 ഏക്കർ ഭൂമിയിലാണ് നാപ്കിനുകളും കോണ്ടവുമൊക്കെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. പദ്ധതിക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്ന പുതുശ്ശേരി പഞ്ചായത്തോ വനം വകുപ്പോ ഇറിഗേഷൻ വകുപ്പോ ആരോഗ്യ വകുപ്പോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ഒന്നും തന്നെ ഇതുവരെ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. പ്രസ്തുത വകുപ്പുകളിലെ വിവരാവകാശ ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ മലിനീകരണമുണ്ടാവാനും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാവാനുമൊക്കെ സാധ്യതയുണ്ടെന്നിരിക്കെയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഒന്നും തന്നെ പദ്ധതിയെക്കുറിച്ച് അറിയാത്തത്. വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ പോലും സാമൂഹിക പ്രത്യാഘാത പഠനം നമ്മൾ നടത്താറുണ്ട്. എന്നാൽ ഇവിടെ വനമേഖലയോടും ഡാമിനോടും ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് നിർദ്ദിഷ്ട പദ്ധതി വരാൻ പോകുന്നതെങ്കിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പോ അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പോ കൃഷി വകുപ്പോ ആരോഗ്യ വകുപ്പോ ഒന്നും തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലായാൽ അത് സമൂഹത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന് കാര്യങ്ങൾ കൃത്യമായി അറിയാമെന്നിരിക്കെ പദ്ധതിക്കായുള്ള നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് സർക്കാരിന് എന്തൊക്കെയോ മറച്ചുവെക്കാൻ ഉള്ളതുകൊണ്ടാണെന്ന ആക്ഷേപവും ശക്തമാണ്. ജനം, പാലക്കാട്. കൊല്ലം അച്ചൻകോവിലിലെ വനവാസി വിഭാഗം ബുദ്ധിമുട്ടിലാണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനമാർഗം നയിക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ ശേഖരിക്കുന്ന വിഭവങ്ങൾക്ക് ആവശ്യമായ തുക നൽകുവാനോ മറ്റൊരിടത്ത് വിൽക്കുവാനോ വനം വകുപ്പ് അനുമതി നൽകുന്നില്ല എന്നതാണ് ജനങ്ങളുടെ പരാതി. ഞങ്ങൾ വനത്തിൽ നിന്ന് തേനെടുത്ത പുറത്തൊന്നും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വനത്തിൽ നിന്ന് തേനെടുത്താൽ ശരി തന്നെ, പിന്നെ മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാ. അല്ലാതെ ഞങ്ങൾക്ക് പുറത്തൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് കേസാവും.
നമ്മൾ ചെന്ന് പാസ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമേ പാസ് തരത്തുള്ളൂ, ആണുങ്ങൾക്ക് പാസ് തരത്തില്ലെന്ന്. പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് കയറി എങ്ങനെ ഒക്കെ കാട്ടി കയറി തേനും കുന്തിരിക്കവും പൊന്നുമ്പും ഒക്കെ എടുക്കും. 180ഓളം കുടുംബമാണ് അച്ചൻകോവിൽ ഗിരിജന നഗറിലുള്ളത്. ഒട്ടേറെ വർഷങ്ങളായി കാടിനുള്ളിൽ പോയി വനവിഭവങ്ങൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും. മുൻപ് സഹകരണ സൊസൈറ്റി വഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ VSS വഴിയാണ് ഇവർ വനവിഭവങ്ങൾ വിൽക്കുന്നത്. എന്നാൽ ഇവർക്ക് ലഭിക്കുന്നതാകട്ടെ തുച്ഛമായ തുകയും. വനം വകുപ്പിനല്ലാതെ കുടുംബശ്രീ വഴി മറ്റൊരിടത്തേക്ക് വിൽക്കാൻ ശ്രമിച്ചവരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. DF ഞങ്ങൾ രണ്ടും കൂടി DF അടുത്ത് ചെന്നായിരുന്നു. ഞാൻ 2 പ്രാവശ്യം DFക്ക് പരാതി കൊടുത്തു. എന്നിട്ട് പിന്നെ എൻ്റെ ഈ തേൻ ആദ്യമേ 1 കിലോ തേൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ്, തുളസി വിളിച്ചു പറഞ്ഞ് അങ്ങനെ തേൻ പിടിച്ചപ്പോഴും ഞാൻ DF അടുത്ത് ചെന്നു. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞു നിങ്ങൾ വിറ്റോ, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ 105 കിലോ തേൻ വിറ്റപ്പം ഫോറസ്റ്റുകാർ പിടിച്ച് അന്നും പറഞ്ഞൊന്നും അറിയത്തില്ല. 105 കിലോ തേൻ പിടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടിയാണ് ചെന്നത്. രണ്ടുപേരും കൂടെ ചെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അവര് പിന്നെ വിറ്റുള്ള തന്നെ പറഞ്ഞിട്ടും അവര് വീണ്ടും പിടിച്ചത് തന്നെ. പിന്നീട് അധികൃതർ ഇടപെട്ട് ഒരാളുടെ പ്രശ്നം പരിഹരിച്ചെങ്കിലും മറ്റുള്ളവരുടെ എല്ലാം അവസ്ഥ പഴയതു തന്നെയാണ്. ആദിവാസികളെന്ന് പറഞ്ഞാൽ 100 പുറത്തോളം അംഗങ്ങളുണ്ട്. അംഗങ്ങൾ ഇത്രയും അംഗങ്ങളും ചേർന്ന് കാട്ടിൽ പോയി ചരക്ക് ഞങ്ങൾ ജീവിക്കുന്നത് മലഞ്ചരക്ക് എടുത്ത് തന്നെയാണ്. നാട്ടിലെ കുന്തിരിക്കാൻ തേന്, ചെറുതേന്, പൂവ്, ചിത്തിരപ്പൂ എല്ലാ തേനുകളും എല്ലാ മലഞ്ചരക്ക് മാത്രമേ ഞങ്ങൾ സഹകരിക്കുന്നുള്ളൂ, മലഞ്ചരക്ക് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ സഹകരിക്കാൻ നമ്മളെ കൊണ്ട് വരത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ സമരം നടത്തും. എന്തിനാ? തേനാണെങ്കിലും പൂവാണെങ്കിലും എല്ലാം ഭൂമിയിലോട്ട് അങ്ങ് വെട്ടി നിരത്തി ഭൂമിയിലോട്ട് അങ്ങ് വിട്ടിട്ട് അവിടെ സമരം നടത്തുക. അല്ല ഞങ്ങൾ അതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, നമ്മൾ അതുകൊണ്ടല്ലേ ജീവിക്കാൻ വന്നത്. ഇത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ കാട്ടിൽ പോയിട്ട് തേനും കുന്തിരിക്കുകയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ BSS കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചെക്കാ തരുന്നത്. ചെക്ക് തന്നിട്ട് നമ്മൾക്ക് പിന്നെ സമയത്ത് മാറാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവർക്കും അക്കൗണ്ടില്ലാതെ തന്നെ ആൾക്കാർക്കൊക്കെ ആയിരിക്കും ചെക്ക് കൊടുക്കുന്നത്. അങ്ങനെ സമയത്ത് മാറാൻ പറ്റത്തില്ല. ഞങ്ങളിത് വാങ്ങിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ 5 മണി കഴിഞ്ഞാൽ അവർ BSS തുറക്കത്തില്ല. പുറത്ത് എവിടെയെങ്കിലും കൊടുത്തെങ്കിലേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ തേൻ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് മണ്ണിലൊഴിച്ച് പിന്നെ കളയാനല്ല നമുക്ക് പറ്റത്തുള്ളൂ. ചെറുതേനും വൻതേനും കുന്തിരിക്കവും ഉൾപ്പെടെ നിരവധി വനവിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്നുണ്ട്. ഇതൊക്കെ ശേഖരിക്കണമെങ്കിൽ 20ഓളം ദിവസം വനത്തിൽ ചിലവഴിക്കണം. എന്നാൽ 15 ദിവസത്തെ പാസാണ് വനം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ മാറ്റം വരണമെന്നും ആവശ്യമായ തുക വിഭവങ്ങൾക്ക് നൽകണമെന്നുമാണ് ജനങ്ങൾ പറയുന്നത്. ഒപ്പം VSSന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് മാറ്റം വരണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ജനം, കൊല്ലം. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ പത്തനംതിട്ട നഗരത്തിലുള്ള സുബല പാർക്ക് കാട് കയറി നശിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ പദ്ധതി പാതി വഴിയിൽ നിലച്ചിട്ട് വർഷങ്ങളായി. പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമായില്ല എന്ന് മാത്രമല്ല, ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും ഇങ്ങനെ നശിക്കുകയാണ്. ജനോപകാരമായ വൻ പദ്ധതികൾ സ്ഥാപിക്കപ്പെടേണ്ട പ്രദേശമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നത്. എന്നിവിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയിരിക്കുന്നു. സുബല പാർക്ക് നവീകരണത്തിനായി 1 വർഷം മുൻപ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഫണ്ട് എസ്റ്റിമേറ്റ് ചെയ്ത് സർക്കാരിന് കൈമാറിയതാണ്. ഫർണിച്ചറുകളും CCTV ക്യാമറകളും സെക്യൂരിറ്റി നിയമനത്തിനും ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റാണ് സർക്കാരിന് സമർപ്പിച്ചത്. എന്നാൽ ഒന്നും നടന്നില്ല. പാർക്കിനുള്ളിലെ കുളത്തിന്റെ നവീകരണവും പൂർത്തിയായില്ല. പദ്ധതി നടപ്പായാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായമാകും. ഈ ലക്ഷ്യത്തോടെ ഇവിടം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച തയ്യൽ മെഷീനുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ എത്തിയ പദ്ധതി അധികൃതരുടെ അലംഭാവം മൂലം ഇല്ലാതാകുന്നു എന്നാണ് പരാതി. പത്തനംതിട്ട ആസ്ഥാനത്തെ സംബന്ധിക്കുന്നത് നമുക്കറിയാം, വിനോദത്തിനും വിചാരത്തിനും യാതൊരു വിധமான ഇടങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ പിന്നെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു വിവരം കൂടെ തന്നെ പ്രധാനപ്പെട്ടത്, ആ ഓഡിറ്റോറിയം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഓഡിറ്റോറിയം എടുക്കണമെന്നുണ്ടെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ഓഡിറ്റോറിയം എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഓഡിറ്റോറിയം തുറന്നു കൊടുത്താൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർക്ക് അതൊരു ധനസഹായമാകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഗവൺമെൻറ് അതിന് ഫണ്ടും കിട്ടും.
ഇതൊന്നും നടപ്പാക്കാതെ ആ പദ്ധതിയെ അട്ടിമറിക്കുന്ന തരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൊഴിൽ സംരംഭം എന്നതിനു പുറമെ കൺവെൻഷൻ സെന്റർ, കോഫി ഏരിയ, ബോട്ടിംഗ്, എക്സിബിഷൻ സ്പേസ്, ഷട്ടിൽ കോർട്ട്, തിയേറ്റർ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളായിരുന്നു പാർക്കിൽ വരേണ്ടിയിരുന്നത്. ജനം, പത്തനംതിട്ട. കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ എഴുകും വയൽ കുരിശുമല ചവിട്ടി പതിനായിരങ്ങൾ. നോമ്പിലെ പ്രധാന ദിവസങ്ങൾ ആരംഭിച്ചതു മുതൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി വിശ്വാസികൾ കുരിശുമല കയറാനെത്തുന്നുണ്ട്. ഈസ്റ്റർ അടുത്തതോടെ കൂടുതൽ വിശ്വാസികൾ കുരിശുമലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യേശുദേവന്റെ പീഡാനുഭവ യാത്രയെ അനുസ്മരിച്ച് പാറക്കല്ലുകളും പൂഴിയും നിറഞ്ഞ ചെങ്കുത്തായ മലയിലേക്ക് ത്യാഗം സഹിച്ചുള്ള സഹനയാത്ര. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിരവധി ആളുകളാണ് എഴുകുംവയൽ കുരിശുമല കയറാൻ എത്തുന്നത്. 1960 മുതലാണ് ഈ മലയിലേക്ക് വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണം ആരംഭിച്ചത്. അക്കാലത്ത് കുരിശ് സ്ഥാപിച്ച ശേഷം കാട്ടാനകളുടെയും പകർച്ചവ്യാധിയുടെയും ശല്യം നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പഴമക്കാരുടെ സാക്ഷ്യം. 2022 എഴുകുംവയൽ കുരിശുമലയെ ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മലമുകളിലെ വലിയ ക്രൂശിത രൂപവും വറ്റാത്ത കിണറും ഒരത്ഭുതമാണ്. തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടുക്കിക്കാരുടെ നോമ്പുകാല തീർത്ഥാടനം എഴുകുംവയൽ കുരിശുമലയിലേക്കായി. നോമ്പിന്റെ നാളുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കാൽനട തീർത്ഥാടനത്തിലൂടെ മലയിലെത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഉച്ച കഴിഞ്ഞ് ഇടമുറിയാതെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഇന്നും ധാരാളം ആളുകളുണ്ട്. ദൈവാനുഗ്രഹം അവർ നേടിപ്പോകുന്നു. കുരിശിന്റെ വഴി ചൊല്ലി കുരിശിന്റെ പാതയിലൂടെ നടന്ന് ത്യാഗം സഹിച്ച് കുരിശുമലയിലെത്തുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളം ലഭിക്കുന്നുണ്ട്. അവരെല്ലാം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മലമുകളിലെത്തുന്ന എല്ലാവർക്കുമുള്ള നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്നതിൽ ജാതിമതഭേദമന്യേ ഒരു നാട് ഒന്നിച്ചു നിൽക്കുന്നതും കാണാം. ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ 7 മണിക്ക് കുരിശിന്റെ വഴി പ്രദക്ഷിണം മലയടിവാരത്തെ കപ്പേളയിൽ നിന്നും ആരംഭിക്കും. തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനം, ഇടുക്കി. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇന്ന് അന്ത്യ അത്താഴത്തിന്റെ പെസഹ വ്യാഴം ആചരിക്കുകയാണല്ലോ. എപ്പോഴായിരിക്കും ശുശ്രൂഷയും മറ്റാരാധനകളും ഒക്കെ നടക്കുക? ടോണി, ഞാനിപ്പോഴുള്ളത് എടപ്പള്ളി സെന്റ് തോമസ് ചർച്ചിലാണ്. ഇവിടെ പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട പ്രത്യേക കുർബാനയും മറ്റും നടക്കുകയാണ്. രാവിലെ പുലർച്ചയോടെ തന്നെ അത്തരം കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ വീടുകളിൽ അപ്പം മുറി അടക്കമുള്ള ചടങ്ങുകൾ നടക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കാൽകഴുകൽ ശുശ്രൂഷ വിവിധ പള്ളികളിൽ നടക്കുന്നുണ്ട്. അതിന്റെ ചടങ്ങുകൾ ഈ കുർബാനയ്ക്ക് ശേഷമാവും ഉണ്ടാകുക. അന്ത്യ അത്താഴത്തോടനുബന്ധിച്ച് അതിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടുള്ള അന്ത്യ അത്താഴ ശുശ്രൂഷ അടക്കമുള്ള ചടങ്ങുകളും ഇന്ന് പള്ളികളിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിരവധി ഭക്തരാണ്, ആയിരക്കണക്കിന് ഭക്തരാണ് പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട പ്രത്യേക കുർബാനയിൽ പങ്കുചേരാനായി വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും പകർന്നു നൽകുന്ന ഊർജം അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകളാണ് ഈ കുർബാനയോട് അനുബന്ധിച്ച് നടക്കുന്നത്. അതിന് ശേഷമാണ് കാൽകഴുകൽ ശുശ്രൂഷ നടക്കുക. രോഹിണി, നടത്തിയ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.
യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കുന്നു. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരും. അതേസമയം വഖഫ് ഹർജികളിൽ ഉന്നയിക്കേണ്ട വാദങ്ങൾ തീരുമാനിക്കാൻ കേന്ദ്രം യോഗം ചേർന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു കേസ് വിലയിരുത്തി. മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് നിയമിക്കുന്നവർ വിഷയത്തിലെ വിദഗ്ധർ മാത്രമാകും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനായി എടുത്തത്. 78 ഹർജികൾ ഉണ്ടായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളോടൊപ്പം തന്നെ നിയമ ഭേദഗതി റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികളും ഉണ്ടായിരുന്നു. എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരും. വഖഫ് ഹർജികളിൽ ഉന്നയിക്കേണ്ട വാദങ്ങൾ തീരുമാനിക്കാൻ കേന്ദ്രം യോഗം ചേർന്നു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു കേസ് വിലയിരുത്തി. മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് നിയമിക്കുന്നവർ വിഷയത്തിലെ വിദഗ്ധർ മാത്രമാകും എന്നുള്ളൊരഭിപ്രായവും കൂടി വരുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും ഹർജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. നിലവിൽ എന്തായാലും ഏറെ നിർണായകമാകും സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ 78ഓളം ഹർജികളും അതോടൊപ്പം ഭേദഗതി നിയമം റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളുമാണ് കോടതി പരിഗണിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്താകമാനം അത് വരേണ്ടുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയിലെത്തുന്നു എന്നുള്ളതും പ്രസക്തമാകുന്നത്. എന്തായാലും ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ഗൗതം ചേരുന്നു. ഗൗതം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരുമല്ലോ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്നലെ ആരംഭിച്ച വാദം ഇന്നും തുടരുകയാണ്. ഇന്നലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ഹർജിക്കാരുടെ വാദവും, അതായത് ഏതാണ്ട് 70-ലധികം ഹർജികൾ വന്നിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഈ ബില്ല് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ്. അതിനാൽ ഇന്നലെ കോൺഗ്രസിന്റെ നേതാവും ലീഗിന്റെ അഭിഭാഷകനുമായ കപിൽ സിബൽ ഇന്നലെ ഈ അഭിപ്രായം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ബില്ല് അടിയന്തരമായി റദ്ദാക്കണമെന്നും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ വഖഫ് ഭേദഗതി നിയമം എന്നതായിരുന്നു സിബലിന്റെ വാദം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു. ഈ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സാക്കുന്നതിന് മുന്നോടിയായി നിരവധി ചർച്ചകൾ നടന്നു. പ്രത്യേകിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട സിറ്റിംഗുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. സാധാരണ ജനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും എല്ലാം അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ബില്ല് ഇരുസഭകളിലും പാസ്സാക്കിയത് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദങ്ങൾ ഉയർന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി കടക്കുമെന്ന സൂചന ഇന്നലെ നൽകിയിരുന്നു. എന്നാൽ ഇടക്കാല ഉത്തരവ് ഇട്ടിരുന്നില്ല. ഇന്നൊരു പക്ഷേ ഈ കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ വാദങ്ങളും അതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കുന്നവരുടെ വാദഗതികളും കേട്ടതിന് ശേഷം ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോകാനുള്ള സാധ്യതയുണ്ട്. രോഹിണി. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരായ സമരത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് പോര് മുറുകുന്നു. കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ റാലിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതെ മാറി നിന്നതും ലീഗിൽ അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ലീഗ് കോൺഗ്രസ് സംഘർഷം നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് മഹാറാലി സംഘടിപ്പിച്ചത്. പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസമൊക്കെ എത്തിയിരുന്നെങ്കിലും ആ മഹാറാലിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തതിൽ ഒരു അതൃപ്തി ലീഗിനുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്?
രോഹിണി, തീർച്ചയായും ഇന്നലെ വൈകുന്നേരമാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായി മാത്രം അത് മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരു റാലി സംഘടിപ്പിച്ചത്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചായിരുന്നു ഈ റാലി സംഘടിപ്പിച്ചിരുന്നത്. അന്ന് തന്നെ ഈ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നു, VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല VD സതീശൻ ഈ റാലിയിൽ പങ്കെടുക്കണമെന്ന് അങ്ങോട്ട് വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടവരോട് അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ റാലി നടക്കുന്ന സമയത്ത് ഈ VD സതീശൻ ഈ റാലിയിൽ എത്തിയില്ല എന്നതാണ്. ആ വേദിയിൽ VD സതീശൻ അടക്കമുള്ള മറ്റ് പല കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ കോഴിക്കോടുള്ള കോൺഗ്രസിലെ തന്നെ പ്രാദേശിക നേതാക്കളെ ഈ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതൃത്വം ക്ഷണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ആ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ മുസ്ലിം ലീഗിന്റെ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടില്ല എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് കോൺഗ്രസ് പോര് മുറുകുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ കോൺഗ്രസ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രിയങ്ക വദ്രയും അതുപോലെ രാഹുൽ ഗാന്ധിയും സ്വീകരിച്ച നിലപാട്, ആ നിലപാടിൽ ലീഗിനകത്ത് തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അസ്വാരസ്യങ്ങൾ കോൺഗ്രസുമായി ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്നലെ ലീഗ് സംഘടിപ്പിച്ച, അവർ കൊട്ടിഘോഷിച്ചത് വലിയ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പരിപാടിയായിരുന്നു ബീച്ചിൽ. ആ പരിപാടിയിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എത്താതിരുന്നതിൽ ലീഗിൽ തന്നെ വലിയ അതൃപ്തിയാണ് ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കറിയാൻ കഴിയില്ല. മാത്രമല്ല മുൻപൊക്കെ തന്നെ ലീഗിനകത്തെ നേതൃത്വം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുത് എന്നൊരു വിലക്ക് ലീഗിനകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ VD സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താത്തതിൽ വലിയ അതൃപ്തിയാണ് ലീഗിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് മുൻകൈയെടുത്ത് നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു ഇന്നലെ നടന്നത്. ആ പ്രതിഷേധത്തിൽ എന്തുകൊണ്ട് VD സതീശൻ വിട്ടുനിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അണികൾ ചോദിക്കുന്നത്. എന്നാൽ ചില വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നാണ് VD സതീശൻ അറിയിച്ചിരുന്നത്. പക്ഷെ അത് കൃത്യമായി അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലീഗ് കോൺഗ്രസ് തർക്കത്തിലേക്ക് കൂടിയുള്ള ഒരു കാരണം ഇതിലേക്ക് വഴിവെക്കും എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് CN മോഹനന് പകരം CPM ജില്ലാ സെക്രട്ടറിയെ ഈ മാസം 20-ന് തെരഞ്ഞെടുക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിലാകും തീരുമാനം. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ S സതീഷിനാണ് സാധ്യത. പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും 20-ന് തെരഞ്ഞെടുക്കും. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ S സതീഷിനെ സെക്രട്ടറിയാക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ ധാരണയായതായാണ് സൂചന. CN മോഹൻ തന്നെ MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ സതീഷിന്റെ പേര് നിർദ്ദേശിക്കാനും സാധ്യതയുണ്ട്. CB ദേവദർശൻ, PC ഷിബു, ജോൺ ഫെർണാണ്ടസ് എന്നീ പേരുകളും പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും സതീഷിന് അനുകൂലമാണ് നിലവിൽ സാഹചര്യം. പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കും. മനു ശങ്കർ അടക്കം 3 പേർ ജില്ലാ സെക്രട്ടേറിയറ്റിലെത്താൻ സാധ്യതയുള്ളതായും സൂചനയുണ്ട്. ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലാണ് സതീഷ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത്. MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയതോടെ സംസ്ഥാന ഘടകത്തിൽ കൂടുതൽ ശക്തനാകാൻ നീക്കം നടത്തുന്ന P രാജീവിന്റെ നിലപാട് എറണാകുളം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കും. ഇതേസമയം 45-കാരനായ സതീഷിനെ ജില്ലാ സെക്രട്ടറിയാക്കുന്നതിലൂടെ കണ്ണൂരിന് സമാനമായി പാർട്ടി നേതൃത്വത്തിൽ യുവനിര സജീവമാകുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കാനാവും പൊതുവിൽ താൽപര്യം കാട്ടുക. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിട്ടും വിഭാഗീയത പരിഹരിക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം. ജില്ലയിലെ വിഭാഗീയതയിൽ മനം മടുത്ത് KPCC നിർവാഹക സമിതി അംഗം KPS ആബിദ് ഹുസൈൻ തങ്ങൾ പാർട്ടി വിട്ടു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ വിഭാഗീയത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിട്ടും വിഭാഗീയത പരിഹരിക്കാനാകാത്തതിൽ ആശങ്കയിലാണ് നേതൃത്വം. വിഭാഗീയത രൂക്ഷമായതോടെ KPCC നിർവാഹക സമിതി അംഗം കൂടിയായ KPS ആബിദ് ഹുസൈൻ തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഇല്ലാത്തതാണ് രാജിക്ക് കാരണമെന്ന് തങ്ങൾ പറയുന്നു. കോൺഗ്രസ് രാജിവെക്കാനുള്ള തീരുമാനം ഇവിടെ DCC പ്രസിഡന്റിന്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ചിട്ട് KPCCക്ക് 2 പ്രാവശ്യം കത്തയച്ചു. ആ കത്ത് KPCC പ്രസിഡന്റും മറ്റ് നേതാക്കന്മാർക്കും അത് ലഭിച്ചു. അവർ രജിസ്റ്റേർഡ് അക്നോളജ്മെന്റ് തിരിച്ചു വന്നു.
എന്നിട്ട് പോലും ഒരു നടപടിയോ അതല്ലെങ്കിൽ ഒരു മറുപടി പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ബന്ധമാണ് ഇദ്ദേഹം അവസാനിപ്പിച്ചത്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSU ജില്ലാ വൈസ് പ്രസിഡന്റ്, പ്രവാസി കോൺഗ്രസ് സ്ഥാപക അംഗം തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ ആരോപിക്കുന്നു. ഞാൻ ജോയിയുടെ വിരുദ്ധ ഗ്രൂപ്പുകാരനല്ല ഈ സമയം വരെ. കാരണം ജോയിയുടെ വിരുദ്ധ ഗ്രൂപ്പുകാർ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പത്രക്കാർക്ക് അറിയാം, എന്നെക്കാൾ അറിയാം. അതിലൊന്നും പെടാത്ത ഒരാളാണ് ഞാൻ. കാരണം ഒരു വിരുദ്ധ ഗ്രൂപ്പുകാരനോ അല്ലെങ്കിൽ ജോയിയെ വ്യക്തിപരമായിട്ട് ടാർണിഷ് ചെയ്യണമെന്നോ മറ്റോ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷേ ജോയിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് KPCCക്ക് പരാതി കൊടുത്തിട്ടും നേതാക്കന്മാർക്ക് പരാതി കൊടുത്തിട്ടും ഇന്നേ വരെ ഒരു മറുപടി പോലും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഏതു നിമിഷവും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായതിനാൽ താഴെത്തട്ടിലടക്കം ചർച്ചകൾ നടത്തിയിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും ധാരണയിലെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. നേതാക്കൾ അഴിമതി കുരുക്കിലാകുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിഷേധങ്ങളിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ CPM-ഉം കോൺഗ്രസും. സംസ്ഥാന നേതാക്കൾക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിനെതിരെ CPM-ഉം ദേശീയ നേതാക്കളുടെ അഴിമതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് കോൺഗ്രസും ED കൊച്ചി സോണൽ ഓഫീസിനെ സമര കേന്ദ്രമാക്കുകയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ദേശീയ അന്വേഷണ ഏജൻസികളെ പഴി പറയുന്ന നയം പണ്ടുമുതലേ CPM-ഉം കോൺഗ്രസും വച്ചു പുലർത്തുന്നതാണ്. നമ്മൾ ദേശീയ തലത്തിൽ കണ്ടതാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ED ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധ മാർച്ച്. എന്തായാലും ഏത് അന്വേഷണം വന്നാലും ഇപ്പോൾ ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ പഴി പറയുന്ന നയം തുടരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് എല്ലാ പ്രതിഷേധങ്ങളും ED കൊച്ചി സോണൽ ഓഫീസ് കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് നടക്കുന്നതും, അല്ലേ? ടോണി, തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം മാസപ്പടി കേസിലടക്കമുള്ള കാര്യങ്ങളിൽ EDയുടെയും മറ്റു അന്വേഷണം വളരെ കൃത്യമായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ SFIO കേസിന് സ്റ്റേ വന്നെങ്കിൽ പോലും, അതിൻ്റെ തുടർ നടപടികൾക്ക് സ്റ്റേ വന്നെങ്കിൽ പോലും ED അതിൻ്റെ അന്വേഷണമൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ED ഓഫീസിനും മറ്റുള്ള ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഓഫീസുകൾക്ക് മുന്നിലുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ ആവർത്തിക്കുന്നത്. ലാവ്ലിൻ കേസ് മുതൽ ഇത്തരം പഴികൾ കേൾക്കുന്നതാണ് കേന്ദ്ര ഏജൻസികൾ ഈ സമാനമായ രീതിയിൽ. അത്തരം കേസുകളിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോവുകയും അതെല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ED ഓഫീസിലേക്കുള്ള പ്രതിഷേധം വ്യാപകമാകുന്നത്. ഇത് കോൺഗ്രസ് ആയാലും CPM ആയാലും സമാന രീതിയിൽ പോകുന്നു. നമ്മൾ ഇന്നലെ ഡൽഹിയിലടക്കം കണ്ടതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ആവർത്തിക്കുന്ന ഒരു കാഴ്ച അത് കൊച്ചിയിലും കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിലെ ED ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നത്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് തടയിടാൻ സാധിക്കില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാകുകയാണ് ഇപ്പോൾ SFIOയുടെ കുറ്റപത്രം സമർപ്പിച്ചുള്ള തുടർ നടപടികൾക്ക് സ്റ്റേ വന്നെങ്കിൽ, ഹൈക്കോടതിയുടെ സ്റ്റേ വന്നെങ്കിൽ പോലും ED അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിയമോപദേശം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 72 സാക്ഷികളിൽ അതിൽ സാക്ഷിമൊഴികൾ പരിശോധിച്ച ശേഷം ഏറ്റവും പ്രധാന നിർണായകമായ സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അവരുടെ അവരുടെ മൊഴികൾ ശേഖരിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ കൃത്യമായ ഒരു പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ 13 പ്രതികൾക്കും സമൻസ് അയക്കുന്ന നടപടിയും ഈ സാക്ഷിമൊഴികൾ പരിശോധിച്ച ശേഷം ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത്. അതിലൂടെ മാസപ്പടി കേസിലും കൃത്യമായ ഒരു അന്വേഷണവുമായി ED മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതും. രോഹിണി, മറ്റ് ചില വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അതായത് ഈ മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും എന്നുള്ളത് തന്നെയാണ് സുധീഷ് പറഞ്ഞു വെച്ചത്. വിചാരണ കോടതി നടപടികൾക്ക് ഹൈക്കോടതി നൽകിയ സ്റ്റേ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്?
രോഹിണി SFIOയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇനി സമൻസ് അയച്ച് അവരെ വിചാരണ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് 3 മാസത്തെ സ്റ്റേ വന്നെങ്കിൽ പോലും EDയുടെ അന്വേഷണം തുടരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നതാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന നിയമ ഉപദേശം. അതിൽ ഏറ്റവും നിർണായകമായി പറയേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ SFIOയുടെ കുറ്റപത്രം അവിടെ സമർപ്പിച്ച കുറ്റപത്രം EDക്ക് കൈമാറിയിരുന്നു. ആ കുറ്റപത്രത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം EDക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇതിനകത്തുള്ള പ്രധാന നിർണായകമായ സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളവരുടെ സാക്ഷിമൊഴികൾ ശേഖരിക്കുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ കേസിലെ 13 പ്രതികളെയും സമൻസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുമാണ് ED തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ EDയുടെ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനും അത് വീണ വിജയൻ അടക്കമുള്ള പ്രതികളിലേക്ക് കൃത്യമായി തന്നെ എത്തി ആ കാര്യങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകളിലെ ദുരൂഹതകൾ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താനും EDക്ക് അതിവേഗം തന്നെ സാധിക്കുമെന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തനിക്കെതിരായ CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. ഇതിനിടെ അഴിമതി കേസിൽ അതിവേഗം അന്വേഷണത്തിനൊരുങ്ങുകയാണ് CBI. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളാണ് KM എബ്രഹാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാകും അപ്പീൽ. വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ കൈമാറാനും CBI കൊച്ചി യൂണിറ്റ് അന്വേഷണം നടത്താനായി CBI ഡയറക്ടർ ഉത്തരവിറക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഈ മാസം 11 സിംഗിൾ ബെഞ്ചിന്റെ വിധി. KM എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണമെന്നും 2014-15 കാലത്തെ സ്വത്ത് സമ്പാദനം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. കൂടാതെ കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ല. ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നുവെന്നും വിധിന്യായത്തിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു തനിക്കെതിരായ ഹർജി എന്ന ആരോപണത്തിന് പിന്നാലെയാണ് അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളും KM എബ്രഹാം ആരംഭിച്ചത്. ജനം, കൊച്ചി. ജന്മനാ ബാധിച്ച സെറിബ്രൽ പൾസി രോഗത്തിനെ എഴുത്തിന്റെ കരുത്തിൽ അതിജീവിക്കുന്ന ഒരു യുവതി. കൊല്ലം നീണ്ടകര സ്വദേശി S അനുശ്രീയാണ് കവിതകൾ കൊണ്ട് ആളുകളെ വിസ്മയിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ അനുശ്രീയുടെ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാണാം ആ വിശേഷങ്ങൾ. മിഴികൾ പായുന്നു ആനന്ദ മന്ദസ്മിതമാർന്നവളെ, നോവുന്നു നിന്റെ ഉള്ളമെന്നറിയാതെ സ്നേഹിച്ചതാണെന്റെ തെറ്റ്. എത്രയോ രാവുകൾ പകലുകൾ കടന്നപ്പോഴും ആഗ്രഹിച്ചതാണ് ഇന്നു നിന്നെ ഞാനും. നീണ്ടകര ശിവഗംഗയിൽ S ശിവദാസന്റെയും V ഗംഗാദേവിയുടെയും മകൾ അനുശ്രീ. ഈ 30കാരി ഇതിനോടകം ആയിരക്കണക്കിന് കവിതകൾ എഴുതിയിട്ടുണ്ടാകും. ജന്മനാ ബാധിച്ച സെറിബ്രൽ പാൾസി രോഗം, 2 കാലുകളും ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ജനിച്ചപ്പോൾ. തുടർന്ന് 10 വയസ്സുവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചു. എന്നാൽ സംസാരിക്കാനും കയ്യുകൾ അനക്കാനും ബുദ്ധിമുട്ട് വന്നപ്പോൾ ചികിത്സ മറ്റൊരിടത്തേക്ക് മാറ്റി. പിന്നീട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അനുശ്രീ എഴുത്തു തുടങ്ങിയത്. സ്കൂൾ കാലഘട്ടത്തിലെ അവധിക്കാലത്താണ് അനുശ്രീ അക്ഷരങ്ങളോട് കൂട്ടുകൂടുന്നത്. മനസ്സിലെത്തുന്ന വരികളെല്ലാം പേപ്പറിലേക്ക് പകർത്തും. ആ പേപ്പറുകളെല്ലാം ചുരുട്ടിക്കളയും. ഇതായിരുന്നു പതിവ്. സ്നേഹവും വിരഹവും പ്രണയവും സൗഹൃദവും തുടങ്ങി താൻ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം അനുശ്രീ വരികളിൽ കോർത്തിണക്കി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കാത്തിരിക്കുമ്പോഴാണ്, പ്ലസ് 1 അഡ്മിഷൻ കാത്തിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നത്. പറഞ്ഞാൽ ഈ കുട്ടികളുടെ പോലെ എഴുതി തുടങ്ങുന്നത്. കുട്ടികൾ എഴുതുന്ന കണക്ക് എഴുതി തുടങ്ങുന്നത്. ഈ കൊച്ചു കഥ തുടക്കം അവസാനം അത് വല്ലാത്തൊരു ഹരമായി. ആ ഹരത്തിൽ നിന്ന് പിന്നെ ഒരുപാട് കവിതകൾ ഞാൻ പോലും എഴുതി തുടങ്ങി. രാത്രി ഉറക്കത്തിൽ പോലും എനിക്ക് എഴുത്തിനെ പറ്റിയ ചിന്ത. ഉറങ്ങി എണീച്ചാലും അതായിരുന്ന അവസ്ഥ. ഇപ്പം പിന്നെ പോസ്റ്ററുകൾ അങ്ങനെല്ലാം തുടർന്നുണ്ട്. മകൾ ചുരുട്ടിയെറിഞ്ഞ പേപ്പറിലെ എഴുത്ത് അമ്മ ഗംഗാദേവി വായിച്ചെങ്കിലും അനുശ്രീയാണ് എഴുതിയതെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പിന്നീടത് മാതാപിതാക്കളും തിരിച്ചറിഞ്ഞു. ഞാൻ തൂത്തോണ്ടിരുന്നപ്പോണ്ടല്ലോ പേപ്പർ ചുരുണ്ടുകൊണ്ട് നടക്കുന്നു. അപ്പോഴേ പിന്നെ എടുത്ത് വായിച്ചു നോക്കി, ഇനി അച്ഛൻ്റെ കണക്കുകൾ വല്ലതും ആയിരിക്കും എന്ന് കരുതി വായിച്ചു നോക്കുമ്പം കവിത ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. വീണ്ടും ഇത് തന്നെ
അപ്പോൾ മാണിക്കക്കല എന്നുള്ള എനിക്ക് ശരിക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അന്നേരം അച്ഛൻ ഞാൻ പറഞ്ഞു പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കേ. അന്നേരം പറഞ്ഞു അത് പിന്നെ ഇത് ആരും എഴുതി. ഞാൻ പറഞ്ഞു മോൾ എഴുതിയാന്ന് പറയുന്നു, ചുമ്മാ അത് അതിനെ കണ്ട് എഴുതാൻ അറിയാം. അല്ലമ്മ ഞാൻ തന്നെ എഴുതിയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കവിത പിന്നെ അതിനുശേഷം ഇങ്ങനെ എഴുതുന്ന എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2016 എഴുതിയ ദേവീ കീർത്തനം വീടിന് സമീപത്തെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭജനയായി അവതരിപ്പിച്ചതോടെ അനുശ്രീ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അമ്പലത്തിലേക്കൊരു കീർത്തനം എഴുതിയത് അമ്പലത്തിലെ ഉത്സവത്തിന് അതവിടെ ചൊല്ലി, വായനക്കാരി ചൊല്ലി, മോളെ ഇരുത്തിക്കൊണ്ടാണ് ചൊല്ലുന്നത്. അപ്പോൾ അവർക്കെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ മോടെ കൂട്ടുകാരി അച്ഛനും കൂടെ വന്ന് അപ്പോൾ ഈ ഉച്ച സമയത്ത് ആ കീർത്തനം അമ്പലത്തിൽ ചൊല്ലുന്നു. എന്നാൽ ഞങ്ങൾ പറഞ്ഞു മോളെ എഴുതിയ കീർത്തനമായത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഇത് പിന്നെ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. വായനയില്ല, മനസ്സിൽ വരുന്നത് കുറിക്കും. അതാണ് അനുശ്രീയുടെ രീതി. അധ്യാപകരും മാതാപിതാക്കളും ഒരുപോലെ അനുശ്രീക്ക് പ്രോത്സാഹനം നൽകി. ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ പുള്ളി പത്രം വായിക്കത്തില്ല, പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല, വെറും TV ആണെന്ന് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിത് വായിച്ചത് തന്നെ. പിന്നെ നോക്കുമ്പോൾ ഓരോ ദിവസങ്ങൾ നോക്കുമ്പോൾ ഓരോ പേപ്പർ ചുരുണ്ടിടാക്കുന്നതാണ്. എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഓരോ ഇത് കവിതകളാണ്. ഒരുവിധം നമുക്ക് പോലും വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് മോളെ ഒരു കാര്യം അങ്ങനെ എഴുതേണ്ട, ഒരു ബുക്കിനകത്ത് എഴുതാൻ പറയും. അങ്ങനെ ഒരു ബുക്കെടുത്ത് ബുക്കിനകത്ത് എഴുതാൻ തുടങ്ങി. നൂൽപ്പറം കവിത ഒരു 1.5 മാസം കൊണ്ട് എഴുതി. മാണിക്കക്കല്ലെന്ന കവിതയിലൂടെ തുടങ്ങി കവിതാ സമാഹാരങ്ങളായ സ്നേഹത്തൂവലും പേരിടാത്ത കവിതകളും പ്രസിദ്ധീകരിച്ചു. ഒട്ടേറെ പുരസ്കാരങ്ങളും ആദരങ്ങളും അനുശ്രീക്ക് ലഭിച്ചു. ഇനിയും ഈ യുവ കവയിത്രി അക്ഷരങ്ങളുടെ ലോകത്ത് യാത്ര തുടരുകയാണ്. ജനം, കൊല്ലം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കൽ ആരംഭിക്കും. കളക്ടറുടെ നേതൃത്വത്തിലാകും നടപടി. മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം. അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴി തുറക്കാൻ പാടില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയിൽ പൊഴി മുറിക്കൽ നടപടികളിലേക്ക് കടക്കും എന്ന് മന്ത്രി പറയുകയുണ്ടായി. പൊഴി മുറിക്കേണ്ടത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ പല കുടുംബങ്ങളും വെള്ളത്തിനടിയിലാകും എന്നൊരു അഭിപ്രായമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടത്താതെ പൊഴി തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് സമരസമിതി നീങ്ങുന്നത്. എന്തായാലും ഇന്ന് എങ്ങനെയായിരിക്കും ഈ പൊഴി തുറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുക? അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ സർക്കാർ തീരുമാനം? രോഹിണി, നിലവിൽ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. സർക്കാർ പറയുന്നത് ഈ പൊഴി അടിയന്തരമായി മുറിച്ചില്ലെങ്കിൽ പലയിടങ്ങളിലും 5 പഞ്ചായത്തുകളിലും വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പൊഴി മുറിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ പൊഴി മുറിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ അധികൃതരും പറയുന്നത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ ആയിരിക്കും ഈ പൊഴി മുറിക്കൽ നടപടി തുടങ്ങുക. പോലീസ് സന്നാഹമടക്കം, വലിയ പോലീസ് സന്നാഹമടക്കം ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി പൊഴി മുറിക്കൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇവിടെ വലിയ ജനക്കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയും. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ, ഇവിടേക്ക് മത്സ്യത്തൊഴിലാളികളെല്ലാം കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ അവർ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഈ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കിയെങ്കിൽ മാത്രമേ ഈ പൊഴി മുറിക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ എന്നാണ് ഈ സമരസമിതി നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ഈ പൊഴി മുറിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുവാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും ഇത് തന്നെയാണ് തീരുമാനിച്ചത്. അവർ പറയുന്നത് ഈ 5 പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറാനൊരു സാധ്യതയുണ്ടെന്നാണ്. അത് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് പൊഴി മുറിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സാധ്യതകളും കാണുന്നുണ്ട്. പ്രതിഷേധമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾ അവർ സംരക്ഷിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് പട്ടിണിയിലാണ്. അപ്പോൾ പട്ടിണിയിലാണ് 2 ആഴ്ച ഉണ്ട്. അപ്പോൾ നമുക്കൊരു ശാശ്വതമായ പരിഹാരം കാണാതെ അവരിപ്പോൾ 2 ദിവസം വെള്ളം ഒന്ന് മുകളിലോട്ട് പൊങ്ങിയതിൻ്റെ പേരിലാണ് പൊഴി മുറിച്ചു വിടണമെന്നുള്ള പ്രശ്നമായിട്ട് അവർ ഉന്നയിച്ചിരിക്കണം. മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ കാണണം.
ശാശ്വതമായ പരിഹാരം കാണണം. ആദ്യം ഈ മണ്ണ് അടിഞ്ഞു കൂടാതിരിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കണം. ആദ്യം ഒരുക്കേണ്ട അതാണ്. രണ്ടാമതാണ് മണ്ണ് നീക്കേണ്ടത്. ആദ്യം ഇവർ ഈ ട്രെജർ ഇത് കൊണ്ടുവന്ന് മണ്ണ് അടിച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കൂടുതലായി. ഇതുവരേക്കും ഈ 10-1 ഭാഗം മണ്ണ് പോലും ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നടക്കുന്നത് ഒരു പ്രഹസനമാണിത്, നമ്മളെ പറ്റിക്കലാണിത്. ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണം. ഞങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. മത്സ്യത്തൊഴിലാളികളെല്ലാം കണ്ണീരിലാണ്, ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പട്ടിണി മരണങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ശക്തമായ ഒരു നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണ്. ഇത് ഞങ്ങളൊരു പ്രതിഷേധമായിട്ട് കണക്കാക്കിയാൽ മതി. ഇതിന് എങ്ങനെയെങ്കിലും ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രഡ്ജിങ് പുരോഗമിക്കുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. പുരോഗമിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഇത് പിന്നെ ചെറിയ ചെറിയ കായലുകളിൽ കൊണ്ടിട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന സാധനമാണ്. ഇത് വലിയ മിഷൻ കൊണ്ടുവരണം. ഇത് ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ 1 വർഷത്തോളം പിടിക്കും. ഈ മണ്ണ് ഇത്രയും നീക്കം ചെയ്യണം. നിങ്ങൾ കാണുന്നതാണ്, ഈ മണ്ണ് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വർഷത്തോളം പിടിക്കും. അപ്പോൾ ഇത് പിന്നെ ഈ ചെറിയ ട്രെജർ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് വലിയ മിഷനുകൾ തന്നെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഒരുക്കണം ഗവൺമെൻറ്. ഈ മണ്ണ് കടിഞ്ഞു കൂടാതിരിക്കാനുള്ള സംവിധാനം ആദ്യം ഒരുക്കേണ്ടത്. പാറകൾ കൊണ്ടുവന്ന് ഒരു 200 മീറ്ററെങ്കിലും ഉള്ളിലോട്ട് അടിക്കണം. അടിച്ച് നിർത്തുമ്പോഴത്തേക്ക് ഈ മണ്ണ് കയറാതിരിക്കും. ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോവുകയാണ്. കാലവർഷം വരുമ്പോഴത്തേക്ക് നല്ല കടലാക്രമണം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഒരുപാട് ഇതിനേക്കാൾ മണ്ണ് കൂടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എത്രയും ഉചിതമായ നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരാവശ്യം, നിങ്ങളുടെ പട്ടിണി മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് കൊല്ലത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാനുള്ള സൗകര്യം ഉറപ്പാക്കും. അതിനു വേണ്ടിയിട്ട് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സൗകര്യം കൊല്ലത്തെ 2 ഹാർബറുകളായിട്ട് ഒരു സൗകര്യം ഉറപ്പാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മന്ത്രിക്ക് പറയാം, മന്ത്രിക്ക് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാം. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഈ കൊല്ലത്ത് പോയി അനുഭവിച്ചത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കൊല്ലത്ത് നമുക്ക് അനുഭവം ഒരുപാടുണ്ട്. അതിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറയാണ്, അവിടെ പോയി നമുക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. താൽക്കാലികം 1 ദിവസമോ 2 ദിവസമോ നമുക്ക് ഈ ഹാർബറിൽ കയറാൻ പറ്റാത്ത കടലാക്ഷോഭം കൊണ്ട് നമുക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ നമുക്ക് കൊല്ലം ആശ്രയിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നമുക്ക് കൊല്ലത്ത് പോയി നിത്യേന പണിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെയാണ് പണിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് പരിഹാരം കാണേണ്ടത്. അല്ലാതെ മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൊല്ലത്ത് പോകുമെന്ന് പറയുന്നത് നല്ലൊരു നടപടിയല്ല. അത് ഈ കടലാക്രമണം അടക്കം വന്ന് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണ് മുതലപ്പുഴ. മാത്രമല്ല മുമ്പ് തന്നെ നിങ്ങൾ പല ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർക്കാരിനോട്. ഇത്തരത്തിൽ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. എന്നാൽ ഈ കാലം ഇത്ര പിന്നിടുമ്പോഴും ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. കാണുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് 7 വർഷത്തോളമായി. 7 വർഷത്തോളം കൊണ്ട് ഇവിടെ ഒരു 70 ഇപ്പം നിങ്ങളടങ്ങുന്ന ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന ഈ സ്ഥലം നല്ല 6 മീറ്ററോളം താഴ്ചയുള്ള സ്ഥലമാണ്. 75ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇത് ഗവൺമെൻറ്റിന് നല്ലപോലെ അറിയാം. ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ അതാത് പ്രധാനപ്പെട്ട മന്ത്രിമാർ വരികയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അവർ ആവശ്യം കഴിഞ്ഞ് പോവുകയും അടുത്ത മരണം നടക്കുമ്പോൾ പിന്നെയും അവർ ഓടി വരികയും പിന്നെയും സംസാരിക്കുകയും പോവുകയും. ഇതല്ലാതെ ഇവിടെ ശാശ്വതമായൊരു പരിഹാരം ഇതുവരെയ്ക്കും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് മുന്നിലെടുത്തുകൊണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സൈന്യമാണെന്നൊക്കെ ഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടി ഇതുവരെയ്ക്കും ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ മണ്ണ് നീക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങൾ ഈ പൊഴി മുറിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് പൊഴി മുറിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട്. അത് ഇനി അവർ വന്ന് എന്താണെന്നുള്ളത് അവരെ നടപടി എന്താണെന്നുള്ളതിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം ഉണ്ടാവും. ഏതായാലും ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ഒന്നും കൂടെയല്ല, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ പേരിലാണ് അവർ ഇങ്ങനെ ഒരു നടപടി. 2 ദിവസം വെള്ളം കയറിയതിൻ്റെ പേരിലാണ് ഈ പൊഴി മുറിക്കണമെന്ന് പറഞ്ഞ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ തടയുക തന്നെ ചെയ്യും. അതിന് രോഹിണി, അത് തന്നെയാണ്, തടയാൻ ഉള്ളൊരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യങ്ങൾക്ക് മേൽ അംഗീകരിക്കാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഈ പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാതെ, മണൽ നീക്കം പൂർണ്ണമായിട്ടും നീക്കം ചെയ്തുകൊണ്ടൊരു ശാശ്വത പരിഹാരം ഉറപ്പാക്കാതെ ഉള്ള ഒരു പൊഴിമുറയ്ക്കൽ നടപടി അംഗീകരിക്കില്ലെന്നാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. ഒരു സംയുക്ത സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവർ ഈ സ്ഥലത്ത് ഈ മണലടിഞ്ഞുകൂടിയ ഈ ഭാഗത്ത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലും ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പൊഴി മുറിക്കുന്ന ഒരു നടപടിയിലേക്ക് അത് കടക്കുകയാണെങ്കിൽ ആ പ്രതിഷേധിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്നത്. കാരണം അവരുടെ അതായ കാര്യങ്ങൾ ഈ സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. കൊല്ലത്തേക്ക് പോകണം എന്നടക്കമുള്ള മത്സ്യബന്ധനത്തിനടക്കം കൊല്ലത്ത് ബീച്ച് 2 ബീച്ച്, ജോനകപ്പുറം അടക്കമുള്ള 2 ബീച്ചുകളെ ആശ്രയിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്താമെന്ന ഒരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്.
ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനോട് ആ ആവശ്യം അംഗീകരിക്കാനും കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം പ്രത്യേകിച്ച് കൊല്ലത്തേക്ക് പോകുമ്പോൾ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. 200-ലധികം വലിയ ബോട്ടും 1000-ലധികം വരുന്ന ചെറിയ ബോട്ടുകളുമാണ് ഇവിടെ ഈ മുതലപ്പുഴയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. ഇത്രയും ബോട്ടുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കൊല്ലം മേഖലയിലോ അല്ലെങ്കിൽ മറ്റൊരു ഹാർബറിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഇത്തരം അവരുടെ മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്നതുകൊണ്ട് അവരും പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രായോഗികമായ സമീപനമല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രായോഗികമായ സമീപനം അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇവിടെ ഈ ഡ്രഞ്ചിങ് അടക്കം നടത്തിക്കൊണ്ട് പ്രത്യേകം യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. അതിന് നിലവിൽ ഡ്രഞ്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഡ്രഞ്ചിങ് കാര്യക്ഷമമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ചെറിയ ഒരു യന്ത്രം ഉപയോഗിച്ചാണ് ഡ്രഞ്ചിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ യന്ത്രം ഉപയോഗിച്ചുള്ള ഡ്രഞ്ചിങ് നടക്കുകയാണെങ്കിൽ ഇനിയും മാസങ്ങളോളം ഇവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിന് മാസങ്ങളോളം എടുക്കും. അതുകൊണ്ട് തന്നെ ആ നടപടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ഇവർക്ക് പട്ടിണി അടക്കമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തും. എത്തിയതിനു ശേഷം പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതായത് ഒരു സംഘർഷ സാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രതിഷേധ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പോലീസ് അടക്കമുള്ളവർ എത്തിക്കുകയും ചെയ്തു. ചേട്ടാ, എങ്ങനെയാണ് പ്രതിഷേധ സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്? മുറിക്കൽ നടപടി നടക്കുന്നതെന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളും കൂടെ തീരുമാനിക്കണ്ടേ. അവരുടെ മത്സ്യകൃഷി മാത്രം സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രിക്ക് ഇപ്പോൾ വലിയ തിടുക്കമാണല്ലോ. അപ്പോൾ 78ഓളം ജീവൻ പൊലിഞ്ഞ സമയത്ത് ഈ മന്ത്രിമാരൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ഈ 78 പേര് മരിച്ചതിൻ്റെ പുറത്താണ് ഞങ്ങൾ ചവിട്ടി നിൽക്കുന്നത്. ഈ മണൽ മൊത്തം ഇവിടെ കൂടാനുള്ള കാരണം എന്താണ്? അത് അധികാരികളുടെ അനാസ്ഥയാണ്. ശാസ്ത്രീയമായ രീതിയിൽ ഈ ഹാർബർ ഉണ്ടാക്കാത്തതിൻ്റെ പറ്റിലാണ് ഈ അവസ്ഥയിൽ സംഭവിച്ചത്. ഞങ്ങളിപ്പോൾ ആഴ്ചകളോളം മാസങ്ങളോളം ഞങ്ങൾ പട്ടിണിയിലാണ്. എന്ത് തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തത്? ഇതിൻ്റെ അധികാരികൾ എന്ത് തീരുമാനമാണ് എടുത്തത്? അപ്പോൾ ഇത് പൊഴി മുറിക്കുന്നുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മാത്രമേ അവർക്ക് സാധിക്കൂ, അല്ലാത്ത രീതി നടക്കൂല. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണം, എന്നിട്ടേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. പൊഴിമുറിക്കലല്ലാതെ വേറൊരു പരിഹാരം നിലവിലില്ല. പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ അത്യാധുനിക സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത് നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അദാനിക്ക് ഇതിൻ്റെ ഉള്ള സാധനങ്ങളുണ്ട്. ഹൈടെക് പിന്നെ അന്താരാഷ്ട്ര തുറമുഖം പിന്നെ അദാനി ഉണ്ടാക്കിയില്ലേ, അവർക്ക് അതിൻ്റെ സജ്ജീകരണങ്ങളില്ലേ. അദാനി തരാനുള്ള പൈസ മാറ്റിയിട്ടാണല്ലോ അവരിത് ചെയ്യുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് അവൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് ട്രക്ക് ചെയ്തൂടെ? ഇവർ എഴുതി വെച്ചത് എല്ലാ വർഷവും 3 മാസം തുടർച്ചയായത് ഡ്രഡ്ജ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ പിന്നെ ഇതിൻ്റെ എഗ്രിമെൻ്റ് എഴുതിയത്. അദാനിയുടെ കാര്യം കഴിഞ്ഞ് അദാനി പോയി. ഇനി അദാനിനെ പഴി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? അതുകൊണ്ട് ഇതിന് അടിയന്തരമായിട്ടുള്ള നടപടിയെടുത്ത് ഡ്രഡ്ജിങ് ചെയ്ത് ഈ മണൽ മാറ്റിയതിന് ശേഷമല്ലാത്ത രീതി മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. പല സ്ഥലങ്ങളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പൊഴിമുറിക്കുന്നതെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം പറഞ്ഞത്. പല സ്ഥലത്ത് ഈ പിന്നെ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മരിച്ചതിൽ അവർക്കൊരു സങ്കടമില്ലേ? 78 ജീവനൂടെ പൊലിഞ്ഞിട്ട് മന്ത്രിസഭയ്ക്കൊന്നും ഒരു തീരുമാനമായിട്ടില്ലേ? അപ്പോൾ അവിടെ മത്സ്യകൃഷി നഷ്ടം വരുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബുദ്ധിമുട്ട് ആർക്കെടുത്ത് പറയും? രോഹിണി, അതുതന്നെയാണ് അതിവൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം അവരുടേതായിട്ടുള്ള അടിസ്ഥാന ആ ആവശ്യങ്ങൾ നിറവേറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഈ നടപടികൾ ഉണ്ടാകുന്നതെന്നൊരു വൈകാരികമായ പ്രതികരണങ്ങളുമുണ്ട്. ഇത് നേരത്തെ തന്നെ പലതവണ ഇവർ അറിയിച്ചിരുന്നു. ഈ മണൽ ഹാർബറിലേക്ക് കയറുന്ന മണൽ നീക്കം നടത്തണം, കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ തങ്ങളുടെ ജീവനെ ബാധിക്കും, ജീവിതത്തെ ബാധിക്കുമെന്നെല്ലാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പാളിച്ചകൾ പറ്റുകയും ഈ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്തുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതുമില്ല. അതോടെയാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയ ഒരു ഈ ഹാർബറിൻ്റെ ഭാഗമായിട്ട് നിന്ന വലിയ വള്ളങ്ങളടക്കം പോകുന്ന സ്ഥലമായിരുന്നു. നിരവധി ജീവനുകൾ പൊലിഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഈ സ്ഥലത്ത് ആണ് മണൽ നീക്കം ചെയ്തുകൊണ്ട് ഈ വള്ളം ഇറക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ പല സമയത്തും വേലിയേറ്റങ്ങളടക്കം ഉണ്ടാകുമ്പോൾ വള്ളങ്ങൾ മറിഞ്ഞുകൊണ്ട് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നേരത്തെ തന്നെ
പലതവണ ഉന്നയിച്ചതാണ്. എന്നാൽ അത്തരം സമീപനങ്ങളോ ഒന്നും ഈ സർക്കാർ സ്വീകരിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയും മണൽ ഇവിടെ ഇങ്ങനെ വലിയ രീതിയിൽ അടിഞ്ഞുകൂടുകയും ചെയ്തു. നമുക്കിവിടെ ഒരു കാണാൻ കഴിയും, വലിയ മണൽ മല തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നീക്കം ചെയ്ത മണൽ ഇവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ നീക്കം ചെയ്യുന്ന മണലുകളെല്ലാം നീക്കി ഇതിനെ പൂർവ്വസ്ഥിതിയിൽ, അതായത് നേരത്തെ വെള്ളമിറങ്ങുന്ന സ്ഥിതിയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയെടുക്കാൻ തന്നെ മാസങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ മാസങ്ങളോളം അപ്പോൾ ഈ പൂർണ്ണമായും മണൽ നീക്കി അല്ലെങ്കിൽ ഈ മണൽ നീക്കം സാധ്യമായതിനു ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് വിടുന്ന വള്ളങ്ങൾ പുറത്തേക്ക് കടലിലേക്ക് ഇറക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ കാലങ്ങളോളം, അതായത് മാസങ്ങളോളം ഇവർ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയും വരും. മറ്റ് ഒരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാമാണ് ഇപ്പോൾ പ്രതിഷേധത്തിനിടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊഴി മുറിക്കുന്നെങ്കിൽ, ആ പൊഴി മുറിക്കൽ നടപടികളിലേക്ക് കടക്കുന്നെങ്കിൽ അത് ഇവിടുത്തെ മണൽ നീക്കം കൂടി സാധ്യമാക്കിക്കൊണ്ട് വള്ളങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യം കൂടി ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ ജീവനോപാധി അല്ലെങ്കിൽ ഇവരുടെ ജീവിതം നിറവേറ്റുവാനുള്ള ആവശ്യങ്ങൾ കൂടി നിറവേറ്റിക്കൊണ്ടെങ്കിൽ മാത്രമേ ഈ പൊഴിമുറിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊഴിമുറിക്കൽ നടപടിയിലേക്ക് കടക്കാവൂ എന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാരും കടക്കുമെന്നാണ് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും ഇത് തന്നെയാണ്, മന്ത്രി സജി ചെറിയന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. ആ യോഗത്തിലും ഇത് തന്നെയാണ് ഉന്നയിച്ചത്. എന്തായാലും 10 മണിയോട് കൂടി തന്നെ ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കും. ജില്ലാ കളക്ടറുടെ അടക്കം സാന്നിധ്യത്തിലായിരിക്കും ഈ പൊഴിമുറിക്കൽ നടപടികളിലേക്ക് കടക്കുക. പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാരും ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതീക്ഷിക്കാം. പൊഴിമുറിക്കൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പൊഴി മുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അധികൃതർ കടക്കുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികളും അതിവൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വലിയ രീതിയിൽ ഈ സ്ഥലത്തേക്ക് തടിച്ചു കൂടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനൊരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും വലിയ സംഘർഷ സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല. ഈ സമരസമിതി അടക്കം പറയുന്നതും സമരസമിതിയുടെ ആവശ്യവും ഇത് തന്നെയാണ്. ഇവരുടെ ആവശ്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ആശങ്ക. കാരണം മുതലപ്പുഴയിൽ പൊഴി മുറിക്കൽ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴി തുറക്കാൻ പാടില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം. എന്തായാലും 10 മണിയോടുകൂടിയായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ സംഘം പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മാക്കോമിലെ പ്രഥമ PG ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഇന്ന് 11 മണിക്ക് കോളേജ് സെമിനാർ ഹാളിൽ നടക്കും. കേരളത്തിൽ ആദ്യമായാണ് JNU ബിരുദദാന ചടങ്ങ് നടത്തുന്നത്. പ്രഥമ ബിരുദദാന ചടങ്ങിൽ പ്രജ്ഞാപ്രവാഹ് നാഷണൽ കോർഡിനേറ്റർ J നന്ദകുമാർ, JNU അസോസിയേറ്റ് പ്രൊഫസർ റീത്ത സോണി, AL തുടങ്ങിയവർ പങ്കെടുക്കും. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ജന്മനാ ഹൃദ്രോഗബാധിതയായ 19കാരി. ആലപ്പുഴ മണ്ണഞ്ചേരി കാവുങ്കൽ സ്വദേശി സംഗീതയാണ് ഹൃദ്രോഗവും മറ്റസുഖങ്ങളും കാരണം ദുരിതം അനുഭവിക്കുന്നത്. ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയാത്തതിനാൽ മരുന്ന് മാത്രമാണ് സംഗീതയ്ക്ക് ഏക ആശ്രയം. കാവുങ്കൽ സ്വദേശിയായ സംഗീത ജന്മനാ ഹൃദ്രോഗ ബാധിതയാണ്. 4 വയസ്സ് മുതൽ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലാണ് ചികിത്സ. ഹൃദയവാൽവിനുണ്ടായിരുന്ന 5 ഹോളുകളിൽ 2 എണ്ണം അടച്ചു. ബാക്കിയുള്ളവ അടയ്ക്കാൻ കഴിയില്ല. രക്തം പോകാൻ ഒറ്റ ധമനിയേയുള്ളൂ സംഗീതയ്ക്ക്. അതുകൊണ്ട് സർജറി സാധ്യമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഹാർട്ടിന് പ്രശ്നമാണ്, രക്തധമനിക്കും പ്രശ്നമാണ്, ഹോളും ഉണ്ട്. നല്ല രക്തം ചീത്ത രക്തം അവൾക്ക് ഒരു വഴിക്ക് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെയാണ്. സർജറി ചെയ്യാൻ പറ്റത്തില്ല. മരുന്ന് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മരുന്നിന് തന്നെ 14,500 രൂപയ്ക്ക് മുകളിലാവുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. കടബാധ്യതയുണ്ട്. മരുന്ന് മേടിക്കാനായിട്ടും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുതലാണ് സംഗീതയ്ക്ക്. 2 മാസം കൂടുമ്പോൾ 350 മില്ലി രക്തം എടുത്തു മാറ്റണം. കൗണ്ട് കൂടുമ്പോൾ ശ്വാസതടസ്സവും മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്യും. 3 മാസം കൂടുമ്പോൾ ബ്ലഡ് മാറ്റേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ അതിന് മുമ്പേ മാറ്റണം. മൂക്കിൽ നിന്നും ബ്ലഡ് വരും. പിന്നെ കൈയഴപ്പ് കായഴപ്പൊക്കെ ഉണ്ടാവും, തലവേദന ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ICU കിടത്തിയാണ് മാറ്റുന്നത്. പിന്നെ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതൊക്കെ ഉണ്ട്.
ഈ ശ്വാസം മുട്ടലിൻ്റെ 5 ദിവസത്തേക്ക് 1922 രൂപയാവും. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഇപ്പം പാട്. പൈസ ഇല്ലാത്ത കാരണം 2-3 വർഷം മുടങ്ങിയിട്ടുമുണ്ട്. 5 വർഷം മുമ്പ് അച്ഛൻ സജീവ് മരിച്ചു. അമ്മ ഗീത തൊഴിലുറപ്പിന് പോകുന്നതാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. ആകെയുള്ള വീട് 2 ലക്ഷം രൂപ പണയത്തിലുമാണ്. ചില സംഘടനകളുടെയും പരിചയക്കാരുടെയും സഹായത്താലാണ് കഴിയുന്നത്. മരുന്ന് മുടങ്ങാതെ കഴിക്കാൻ കഴിയണം എന്നത് മാത്രമാണ് സംഗീതയുടെ ആഗ്രഹം. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണിവർ. ജനം, ആലപ്പുഴ. ഇറാൻ US രണ്ടാം ഘട്ട ആണവ നിരായുധീകരണ ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കും. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അധ്യക്ഷൻ റഫേൽ ഗ്രോസി ഇന്നലെ ടെഹ്റാനിലെത്തി. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷകർക്ക് ആണവ ശേഖരം പരിശോധിക്കാനുള്ള അവസരം തുറക്കുകയാണ് ടെഹ്റാൻ സന്ദർശനത്തിന്റെ ലക്ഷ്യം. റോമിൽ നടക്കുന്ന ചർച്ചകളുടെ മധ്യസ്ഥതയും ഒമാന് തന്നെ ആയിരിക്കും. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും ഒമാനിൽ തന്നെ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു ഇന്നലെ വരെ ഇറാനിൽ നിന്നും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. ഇറാൻ സ്ഥിരീകരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. എന്നാൽ ചില സാങ്കേതിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ചകൾ ശനിയാഴ്ച നടക്കുക റോമിലായിരിക്കും. പക്ഷേ ഒമാൻ തന്നെയായിരിക്കും മധ്യസ്ഥം വഹിക്കുക എന്നാണ് വളരെ കൃത്യമായി ഇറാനിൽ നിന്നും അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറെ കൃത്യതയാർന്നൊരു നീക്കം നടക്കുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമാൻ സുൽത്താനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ആ വിവരങ്ങൾ എന്ത് രീതിയിലുള്ള സംഭാഷണമാണ് നടന്നത് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇതുവരെ എത്തിയിട്ടില്ല. റോമിലായിരിക്കും ചർച്ച നടക്കുക എന്ന കാര്യത്തിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ റോമിൽ നടക്കും എന്ന ഒരു വിശ്വസനീയമായ ഒരു സൂചന തന്നെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സുപ്രധാന വിഷയം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ റഫേൽ ഗ്രോസി ഇപ്പോൾ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഇറാന്റെ ആണവ ശേഖരത്തിന്റെ ആ ഒരു ശേഷി പരിശോധിക്കുന്നതിനും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം അവിടെ എത്തിയത് സ്വാഭാവികമായും ഇറാന്റെ ആണവ ശേഷി പരിശോധനാ വിധേയമാക്കുന്നതിനാണ്. നേരത്തെ തന്നെ, അതായത് 20 വർഷമായി നിലനിൽക്കുന്ന ഈ സംഘർഷത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇറാന്റെ ആണവ ശേഖരം നിരീക്ഷിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെയോ അല്ലെങ്കിൽ മീഡിയേറ്ററെയോ ഏർപ്പെടുത്തുക, ആണവായുധങ്ങളുടെ ശേഖരം കൃത്യമായി പരിശോധിക്കുക എന്ന ഒരു സാധ്യത തന്നെയാണ് അതിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു നീക്കത്തിന് പലതവണ ഇറാന്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാവുകയും എന്നാൽ ഇത്തവണ ടെഹ്റാനിൽ അദ്ദേഹം എത്തിയെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് പരിശോധിക്കുന്നതിനുള്ള ഒരു അവസരം ലഭ്യമാക്കാനുള്ള സാധ്യതയും തുറന്നു കിട്ടുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഹൂതി ഭീകരർക്കെതിരായ അമേരിക്കൻ ആക്രമണത്തെ പിന്തുണച്ച് യമനിലെ വ്യവസ്ഥാപിത സർക്കാർ. ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം ഇസ്ലാമിസ്റ്റ് ജിഹാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായകരമെന്നും വ്യവസ്ഥാപിത സർക്കാർ വക്താവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹുദൈദ തുറമുഖത്ത് നടത്തിയ ആക്രമണങ്ങൾ സർക്കാരിന് മേഖലയിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരാൻ പ്രയോജനപ്പെട്ടു. ഹമാസിനെതിരെ ഗാസയിൽ വീണ്ടും ജനകീയ പ്രതിഷേധം. 2ാം തവണയാണ് ഹമാസിനെതിരെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. ഇനി ഒരു പുഷ്പമേളയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ തേക്കടിയിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പൂക്കളുടെ വസന്തകാലമാണ്. ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാറത്തറയിൽ ഗാർഡൻസും കുമളി ഗ്രാമപഞ്ചായത്തും ചേർന്നൊരുക്കിയ പുഷ്പമേളയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി പുത്തൻ പുലരിയുടെ സമയവും അവസാനിക്കുകയാണ്. നൂറോളം ഇനത്തിൽപ്പെട്ട 1,00,000-ലധികം പൂച്ചെടികൾ, 30,000 ചതുരശ്ര അടിയിൽ വിവിധ നിറങ്ങളിൽ ചാലിച്ച ഒരു വസന്തകാലം. കുമളി തേക്കടി റോഡിൽ കല്ലറക്കൽ ഗ്രൗണ്ടിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായ 17ാമത്തെ വർഷത്തിൽ വളരെ വ്യത്യസ്തതയോടുകൂടിയാണ് പുഷ്പമേള. പൂന്തോട്ടത്തിനുള്ളിലും കവാടത്തിലുമായി ഫോട്ടോ പോയിന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. പുഷ്പമേളയിൽ എത്തുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ സൂര്യകാന്തിപ്പാടമാണ്.
മുല്ലപ്പെരിയാർ ഡാമിന്റെ മിനിയേച്ചറും പുഷ്പമേളയിൽ ഒരുക്കിയിരിക്കുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു 100-ൽ പരം ഇനങ്ങളിൽപ്പെട്ട ചെടികൾ 1,00,000-ഓളം പൂച്ചട്ടികളാണ് ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് റോസ്, ആന്തൂറിയം, ഓർക്കിഡ്, സാൽവിയ, സലേഷ്യ, ഡയാന്തസ്, പിറ്റോണിയ തുടങ്ങിയ ചെടികൾ കൂടാതെ പച്ചക്കറികളുടെ ഒരു സെക്ഷൻ ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് 16 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഏതാണ്ട് 30,000-ഓളം പേർ ഇത് കണ്ടു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ അവധി ദിവസങ്ങളൊക്കെ ആയതിനാൽ ഒരു 50,000 പേരെങ്കിലും ഞങ്ങൾ സംഘടന സമിതി പ്രതീക്ഷിക്കുന്നുണ്ട്. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള സന്ദേശത്തിനായി പച്ചക്കറിത്തോട്ടവും ഇത്തവണയുണ്ട്. സന്ദർശകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു ചട്ടിയിൽ 2-3 തൈകളുണ്ട്. അതിന് വള്ളി കെട്ടി കൊടുത്ത് അല്ലെങ്കിൽ ചപ്പ് കൊടുത്ത് മുകളിലേക്ക് ഉയർത്തി വെള്ളരി, അച്ചിങ്ങ, പാവല്, പടവലം തുടങ്ങിയ എല്ലാം ഇങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളൊരു മോഡൽ നമ്മൾ ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതോടനുബന്ധിച്ചുള്ള സെമിനാർ നടത്തും. വിവിധ റൈഡുകൾ ഉൾപ്പെടുന്ന അമ്യൂസ്മെന്റ് പാർക്കും 60-ഓളം വാണിജ്യ സ്റ്റാളുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും പുഷ്പമേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ജനം, ഇടുക്കി.